ഡി ഡി ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മുമ്പുള്ള എപ്പിസോഡുകളിൽ നാം പരിചയപ്പെട്ട വ്യക്തിത്വങ്ങൾ താരതമ്യേന രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. എന്നാൽ ഇത്തവണ കുറച്ച് വ്യത്യസ്തമാർന്ന ഒരു സമീപനമായിരിക്കും, വ്യത്യസ്തമായ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. കഴിഞ്ഞ 30 വർഷമായി കേരളത്തിലെ ടൂറിസം രംഗത്ത് വളരെ സജീവമായി ഇടപെടുകയും ഇന്നും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഒപ്പം സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഈ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. കാരണം എങ്ങും പോസിറ്റിവിറ്റി നിറയട്ടെ എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി ശ്രീ പ്രശാന്ത് വാസുദേവ്. ഇദ്ദേഹം ടൂറിസം വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി 2023 വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് ഇപ്പോൾ പൂർണ്ണമായും ടൂറിസം രംഗത്താണ്, കൺസൾട്ടൻ്റ് ആണെന്ന് മാത്രം. സാറിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഡി ഡി ടോക്സിലേക്ക്. നമസ്കാരം സാർ. നമുക്ക് ജനറലി ടൂറിസമാണ് താങ്കളുടെ മേഖല, സ്വാഭാവികമായിട്ട് നമ്മൾ അതായിരിക്കും കൂടുതൽ സംസാരിക്കുക. പക്ഷേ ഒപ്പം കേരളത്തിലെ പലവിധ പ്രശ്നങ്ങളിലൂടെ നമുക്കൊന്ന് പോകാമെന്ന് കരുതുന്നു. കാരണം സജീവമായി താങ്കൾ ഇടപെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ വിഷയത്തിലും, പക്ഷേ വളരെ ക്രിയാത്മകമായ ഇടപെടൽ. എന്നാൽ ടൂറിസത്തിൽ തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. എനിക്കൊന്ന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥി കൂടിയാണ് സാർ. PG ഡിപ്ലോമ ഇൻ ടൂറിസം ട്രാവൽ മാനേജ്മെൻറ്റ്. പിന്നീട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവേശിക്കുന്നു. 30 വർഷക്കാലം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് തോന്നി ഈ 30 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൻ്റെ ടൂറിസത്തിൽ സംഭവിച്ചത് എന്ത് എന്നൊന്ന് ഓർത്താൽ എന്ത് പറയാൻ പറ്റും? ഞാൻ ആദ്യം സർവീസ് കയറുന്ന പഞ്ചായത്തിലാണ്. പഞ്ചായത്ത് കഴിഞ്ഞ് പിന്നെ 2 വർഷം കഴിഞ്ഞാണ് ടൂറിസം വകുപ്പിലേക്ക്. പക്ഷേ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൽ പഠിച്ചതുകൊണ്ടും ആദ്യത്തെ പിന്നെ PG ഡിപ്ലോമ, അന്ന് പിന്നെ MBA ടൂറിസം, MTM ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ ആഗ്രഹമായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റിൽ പോകും. അങ്ങനെയാണ് വളരെ ശ്രമിച്ചിട്ട് ടൂറിസം വകുപ്പിലേക്കൊരു ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ മേടിച്ച് ഞാൻ അവിടെ എത്തിയത്. അപ്പോൾ 95 ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന ടൂറിസം ഒരു ശൈശവ ദശയിലാണ് ശരിക്കും പറഞ്ഞാൽ. അന്ന് ടൂറിസത്തിൻ്റെ പുതിയ കോൺസെപ്റ്റുകളൊന്നും തന്നെ വന്നൊരു കാലഘട്ടമല്ല. ഉദാഹരണത്തിന് ഞാൻ ആദ്യം കാണുന്ന ഓണാഘോഷത്തിൻ്റെ ഒരു ബ്രോഷറാണ് ടൂറിസം വകുപ്പ് ചെല്ലുമ്പോൾ. എനിക്കൊന്നും ഓർമ്മയുണ്ട്, മാറ്റ് ഫിനിഷിൽ വൈറ്റിൽ ചെമ്പരത്തി പൂവിൻ്റെ പിന്നെ ഒരു ഇമേജൊക്കെ ഉള്ള ഒരു ബ്രോഷറാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് പ്രിൻ്റഡ് ബ്രോഷറുകളുടെ കാലമായിരുന്നു. പ്രിൻ്റഡ് ബ്രോഷർ മാത്രമുള്ള കാലം. അന്ന് നമ്മൾ ഇന്ന് കാണുന്ന DVD അല്ലെങ്കിൽ DVD മാറി പിന്നീട് വന്ന പിന്നെ ഡിജിറ്റൽ ഡിവൈസുകളോ ഒന്നും തന്നെ ഇല്ല. അന്ന് പിന്നെ ഒരു ഫോട്ടോ എടുത്താൽ തന്നെ, ഇമേജ് എടുത്താൽ തന്നെ അതിന് ട്രാൻസ്പെറൻസിയൊക്കെ മാറ്റുകയാണ്. ആ TP ആണ് നമ്മൾ, അതിൻ്റെ ഷോർട്ട് ഫോം TP എന്നാണ്. അപ്പോൾ TP ആണ് നമ്മൾ സൂക്ഷിക്കുന്നത്. ഇന്നത്തെ സംവിധാനങ്ങളൊന്നും തന്നെ അന്നില്ലാത്തതുകൊണ്ട് TP ആണെന്ന് സൂക്ഷിക്കുന്നത്. TP വലിയ ഒരു ഇതായിട്ട് നമ്മൾ ഷീറ്റായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുക. അതിൽ നിന്നാണ് പിന്നെ നമ്മൾ ആവശ്യമുള്ള ഇമേജുകളൊക്കെ അപ്പം പ്രിൻ്റഡ് ബ്രോഷറുകളുടെ ഒരു കാലത്തിൽ നിന്നും നമ്മളിന്നൊരു ഡിജിറ്റൽ യുഗത്തിലേക്ക് ടൂറിസം മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങളാണ് കേരള ടൂറിസത്തിന് കാലാകാലങ്ങളിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് കേരളം ഭരിച്ച എല്ലാ സർക്കാരുകളും, അത് ഇടതുപക്ഷ സർക്കാരായാലും വലതുപക്ഷ സർക്കാരായാലും ടൂറിസത്തിന് വളരെയധികം പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ ടൂറിസം കൊണ്ടുപോകാൻ തന്നെ എല്ലാ സർക്കാരുകളും ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റേതായ മാറ്റങ്ങൾ ടൂറിസ്റ്റ് വരികയും ചെയ്തു. പക്ഷേ ഈ അടുത്ത കാലത്ത് ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമുക്ക് വളരെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടൂറിസം മേഖല. എസ്പെഷ്യലി ഒരു പോസ്റ്റ് കോവിഡ് ഒരു സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു അഗ്രസീവ് മാർക്കറ്റിലേക്ക് പോകാത്തതുകൊണ്ടുള്ള ദോഷങ്ങൾ നമ്മുടെ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് അറൈവൽസിലും അതുപോലെ തന്നെ ബാക്കി മേഖലകളിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞാൽ കൂടിയും കേരളത്തിലെ ടൂറിസം രംഗം എന്ന് പറയുന്നത് ഒരു 90കളിലെ ഒരു ശൈശവ ദശയിൽ നിന്നും അതൊരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തിയിട്ടുള്ള പുതിയ അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിങ്ങും അതിനനുസരിച്ചുള്ള നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതിൽ വളരെ മോശമാണ് നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ. അപ്പോൾ അതാണൊരു ഞാൻ കാണുന്ന ഒരു വളർച്ച എന്ന് പറയുന്നത്. വളർച്ചയാണ് തീർച്ചയായിട്ടും ഉള്ളത്. പക്ഷേ അടുത്ത കാലത്ത് നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ഡിക്ലൈൻ വന്നു പോയിട്ടുണ്ട്. ഞാൻ ഈ വളർച്ച എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും താരതമ്യം ചെയ്തല്ലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് താരതമ്യം ചെയ്യാൻ വേണ്ടി തൊട്ട് അടുത്തുള്ള സംസ്ഥാനങ്ങളുണ്ട്, ദൂരെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോഴും ഇന്ത്യയിൽ വരുന്ന വിദേശ ടൂറിസ്റ്റുകളുടെ ഏതാണ്ടൊരു 4% താഴെ മാത്രമാണ് കേരളത്തിൽ വരുന്നു എന്നുള്ള കണക്കുകൾ ലഭ്യമായിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേന്ദ്ര ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്നാണ്. അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ നമ്മളെക്കാളും ഒരു 2 ഇരട്ടിയെങ്കിലും അവർക്ക് ആ ശതമാനക്കണക്കിൽ ഒത്തുള്ളൂ അവർക്കുണ്ട്. അപ്പോൾ നമ്മൾ സ്വയം വിശ്വസിക്കുന്ന നമ്മൾ നന്നായി മാർക്കറ്റ് ചെയ്തു,
നമുക്ക് സ്വന്തമായി ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ബ്രാൻഡുണ്ട്, ബ്രാൻഡിംഗ് ഉണ്ട്, നമ്മളെ എല്ലാവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളെ തേടി ഈ വിദേശികൾ വരാത്തത് ഇത്രയധികം? അല്ല, ഗോഡ്സ് ഓൺ ബ്രാൻഡ് എന്നുള്ള ശക്തമായ ബ്രാൻഡാണ്, സ്ട്രോങ് ബ്രാൻഡാണ്, ഒരു സംശയമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ കോവിഡിന് മുമ്പ് നമ്മുടെ ഒരു വിദേശ സഞ്ചാരികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 11 ലക്ഷം 12 ലക്ഷം കണക്കിലായിരുന്നു. ആ ലെവലിലേക്ക് എത്താൻ നമുക്ക് പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം ആഭ്യന്തര ടൂറിസ്റ്റിൽ നമ്മൾ ഒരുപാട് മുമ്പിലേക്ക് പോയി കഴിഞ്ഞു. അതിലും വേറൊരു കഥയുണ്ട്, ഒരു കാര്യം പറഞ്ഞുതരാം, ഒന്ന് ഓർമ്മിക്കുന്നത് തന്നെ. അപ്പോൾ വിദേശ സഞ്ചാരികളുടെ വരവിൽ വന്ന കുറവെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രോബ്ലവും ഉണ്ട്, അതുപോലെ ഗ്ലോബലായിട്ടുള്ള പ്രോബ്ലംസും ഉണ്ട്. ഗ്ലോബൽ പ്രോബ്ലംസ് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് അതിനകത്ത് എക്കണോമിക് റെസഷൻ അല്ലെങ്കിൽ ഈ ലോക സാമ്പത്തിക രംഗത്തെ മാന്ദ്യം അതുപോലുള്ള വിഷയങ്ങൾ. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ കണക്ടിവിറ്റിയാണ്. കേരളത്തിലേക്കുള്ള, ഇപ്പോൾ നമ്മൾ US നിന്നായാലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്ടിവിറ്റി വലിയൊരു പ്രശ്നമാണ്. മാത്രമല്ല ഫ്ലൈറ്റ് ചാർജുകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയും ഫ്ലൈറ്റ് ചാർജ് കൊടുത്തിട്ട് വന്ന് ഒരു എക്സ്പെൻസീവ് ഡെസ്റ്റിനേഷൻ ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള നമ്മുടെ റൂം താരിഫുകളുണ്ട്. അതൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ചിന്തിക്കുന്ന വൈ ഷുഡ് ഐ ഗോ ടു കേരള, ഐ ക്യാൻ ഗോ ടു ശ്രീലങ്ക എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്ഥിതിയാണ്. ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൂടിയാണ് അത് വരുന്നത്. അപ്പോൾ കണക്ടിവിറ്റി വലിയ ഇഷ്യൂ ആണ്. വിസ റെഗുലേഷൻസിലുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഈ ഒറ്റപ്പെട്ടതാണെങ്കിൽ പോലും നമ്മൾ ചില ടൂറിസ്റ്റുകൾ ചിലടത്ത് ആക്രമിക്കപ്പെടുന്നു. വളരെ വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ പോലും അതിന് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന വലിയൊരു റീച്ചുണ്ട്. അതിനെ ഓവർകം ചെയ്യാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. നമുക്കൊരു വിഷയമുണ്ടായി, ഒരു വ്ളോഗറോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോ ഒരു ഇൻസ്റ്റയിലോ മറ്റോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫലപ്രദമായിട്ട് നേരിടാനുള്ള ഒരു മെഷീനറി ഇന്ന് നമുക്ക് കേരളത്തിൽ വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് അങ്ങനെ ദൗർഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ അടുത്ത കാലത്തും ഉണ്ടായി. ഇപ്പം മൂന്നാറിൽ ഒരു ഇഷ്യൂ ഉണ്ടായി, ഒരു പെൺകുട്ടി, അത് ഡൊമസ്റ്റിക് ടൂറിസ്റ്റ് ആയിരുന്നു, അല്ല ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഉണ്ടായി അതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള ഒറ്റപ്പെട്ട വിഷയങ്ങളാണത്. പക്ഷേ അത് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല പലപ്പോഴും. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുള്ളൊരു മെഷീനറി, ഒരു സിസ്റ്റം നമുക്കിന്നുമില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇപ്പോഴും ടൂറിസം വകുപ്പിന് ഇല്ലാത്തൊരു കാര്യം കേരളത്തിലെ ടൂറിസം വകുപ്പിന് ഒരു R&D ആണ്. ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ഇന്നുമില്ല. നമുക്കൊരു ഗവേഷണ വിഭാഗവും ഒക്കെ വേണ്ടേ. അപ്പോൾ നമുക്ക് ചൂരൽ മലയിൽ ഒരു ദുരന്തം ഉണ്ടായി. അപ്പോൾ ആ ദുരന്തം ഉണ്ടായപ്പോൾ ലോകം മുഴുവൻ കേരളത്തിലാണ് ദുരന്തം എന്നുള്ള രീതിയിലായിരുന്നു പ്രചാരണം. കേരളം മുഴുവൻ ദുരന്തബാധിതം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സ്ട്രോങ് R&D ഉണ്ടായിരുന്നെങ്കിലോ അവരിന്ന് ചിന്തിക്കും ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം. നമ്മുടെ മുന്നിൽ ഒരുപാട് മാതൃകകളുണ്ട്. പല രാജ്യങ്ങളും ഇത്തരം ഭൂകമ്പങ്ങളെയും ഒക്കെ നേരിട്ട മാതൃകകൾ. അതിനുശേഷം അവരിപ്പോൾ ഡിസാസ്റ്റർ ടൂറിസം. അപ്പോൾ ചൂരൽ മലയിൽ ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, ചൂരൽ മലയിൽ ഇപ്പോഴും ആളുകളെ കയറ്റി വിടുന്നുണ്ടോ? ഇല്ല. അവിടെ ബെയിലി പാലത്തിൻ്റെ ഇപ്പുറത്ത് പോലീസുകാരെ തടയുകയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് സ്ഥിതി എനിക്കറിയില്ല, ഞാൻ മെയിലൊക്കെ പോകുമ്പോഴായിരുന്ന സ്ഥിതി. തടയുകയാണ് അവിടെ. മറിച്ച് അവിടേക്ക് ടൂറിസ്റ്റുകളെ കടത്തിവിടണം, ഒരു ഫീസ് മേടിക്കണം. ലോക്കൽ ടൂറിസ്റ്റിലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴും ആഭ്യന്തര സഞ്ചാരികൾ മറ്റ് സ്റ്റേറ്റിൽ വരെ അവിടെ തയ്യാറായിട്ടുണ്ട്. അവർക്ക് അവിടെ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അവിടെ ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻസ് ഉണ്ടാവണം. ചെറിയ സ്മാരകങ്ങൾ അവിടെ നിർമ്മിക്കാം. അത് അവിടുത്തെ ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്ന ജനതയ്ക്കും കൂടെ അല്ലെങ്കിൽ അവർ അതിനെങ്ങനെ അതിജീവിച്ചു എന്നുള്ള കഥകൾ പറയാം. അവരതിനെ അതിജീവിച്ച കഥകൾ പറയാം. അപ്പോൾ ആ ഡിസാസ്റ്റർ ടൂറിസം എന്നുള്ളതിനെ നമുക്ക് ഉപയോഗപ്രദമാക്കി എടുക്കേണ്ട ഒരു ഘട്ടത്തിൽ പോലും നമ്മളതിനെ എടുത്തു. അപ്പോൾ നമുക്ക് ആ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റിനെ നമുക്ക് ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ മറികടക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അതിന് ശേഷം പോലും നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നമുക്കൊരു R&Dയുടെ അഭാവം ഉള്ളതുകൊണ്ടാണ്. നമ്മളെ കേരള ടൂറിസത്തിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ 1-2 സ്വകാര്യ ഏജൻസികളാണ്. അവർ അഭിനന്ദിക്കാൻ നിർവാഹമില്ല. കാരണം എന്ന് വെച്ചാൽ അവർ കാലാകാലങ്ങളിൽ പഠിച്ചും ഗവേഷണം നടത്തി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇന്നും മുമ്പോട്ട് പോകുന്നത്. കാരണം ഒരു IAS ഓഫീസർ വന്നാൽ 2 കൊല്ലം ഒരിക്കും, ചിലപ്പോൾ 1 കൊല്ലം ഒരിക്കും, 6 മാസം. എൻ്റെ സർവീസ് ഹിസ്റ്ററിയിൽ ഞാനൊരു 10-18 IAS ഓഫീസേഴ്സിനെ കണ്ടിട്ടുണ്ട്. 6 മാസം ഇരുന്നവർ വരെ ഉണ്ട് സർവീസിൽ. അതായത് 30 വർഷക്കാലത്ത് അതിനിടയ്ക്ക് മേധാവികളായി ഒരു 18-20 പേർ, 16-18 പേരെങ്കിലും ഞാൻ വളരെ ക്ലോസ് ആയിട്ട് 6-7 പേരുമായിട്ട് വർക്ക് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന തുച്ഛമായ സമയമാണ്. ഈ തുച്ഛമായ സമയം ഇതെല്ലാം ഭാഗിക ചുമതല കൂടി ആവാനുള്ള വഴിയില്ല അല്ലേ? അത് കുറവാണ്. ഭാഗിക ചുമതല വന്ന സന്ദർഭങ്ങൾ വളരെ കുറവാണ്. കൂടുതലും ഇൻഡിപെൻഡൻറ്റ് ചുമതലകളായിരുന്നു. പക്ഷേ കേരള ടൂറിസത്തിൻ്റെ ഡയറക്റ്റായിട്ട് വരുന്ന ആൾ ചിലപ്പോൾ KTDCയുടെ MDയുടെ ചാർജ് കൊടുത്തേക്കാം. അങ്ങനെ വരുന്നുണ്ട്. അതൊരു ഭാരമാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇൻ്റർനാഷണൽ ടൂറിസ്റ്റിൻ്റെ വിഷയമാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുന്നതിന് കാരണം കണക്ടിവിറ്റി പ്രോബ്ലമുണ്ട്, വിസ റെഗുലേഷൻസ് ഉണ്ട്, അന്തർദേശീയ പ്രശ്നങ്ങളുണ്ട്, ഇവിടെ ഉണ്ടാകുന്ന ഡിസാസ്റ്ററുകളുണ്ട്. നമുക്ക് പ്രളയമുണ്ടായി, നമുക്ക് ചൂരൽമല ദുരന്തം ഉണ്ടായി, കോവിഡ് വന്നു.
അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പലവിധ വിഷയങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അഗ്രസീവ് മാർക്കറ്റിംഗ് ആണ്. ഈ അഗ്രസീവ് മാർക്കറ്റിങ്ങിൽ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മളിപ്പോഴും പുറകോട്ടാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുമ്പിലായിരുന്നു. അന്ന് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമായിരുന്നു. സ്റ്റേറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി മോശമായപ്പോൾ ഏജൻസികൾ കൊടുക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയിലേക്ക് കേരള ടൂറിസം എന്നുള്ള വാസ്തവം. കോടിക്കണക്കിന് രൂപ ഏജൻസികൾക്ക് പെൻഡിങ് ആകുമ്പോൾ അവരും സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരും മടിക്കും. ആ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെന്നുള്ള വാസ്തവം മാത്രമാണ്. അപ്പോൾ അത് വളരെയധികം ബാധിച്ചു. കാരണം നമ്മളിപ്പോഴും ചെയ്യുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുറേ പരസ്യങ്ങൾ കൊടുക്കുക. പണ്ടത് പ്രിൻ്റ് മീഡിയ ആയിരുന്നു, ഇപ്പോൾ ഡിജിറ്റലായിട്ട് മാറിയെന്നേ ഉള്ളൂ. പിന്നെ ആകെ ചെയ്യുന്നൊരു കാര്യം ഇൻ്റർനാഷണൽ ട്രാവൽ ഫെയേഴ്സ് ഉണ്ട്. ഇപ്പോൾ WTM വേൾഡ് ട്രാവൽ മാർക്കറ്റ് ലണ്ടനിൽ നടക്കുന്നതാണ്. അല്ലെങ്കിൽ ITB ഇൻ്റർനാഷണൽ ടൂറിസം ബോസ് എന്നാണ് ബെർലിൻ നടക്കുന്നത്. അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് ദുബായിൽ, സ്പെയിനിൽ ഫിറ്റൂർ. ഇതുപോലെ കുറേ ഫെസ്റ്റിവലുകൾ നമുക്കുണ്ട്. ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിലെല്ലാം കേരള ടൂറിസം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പങ്കെടുക്കുന്നത് കൂടാതെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ സിറ്റികളിൽ റോഡ് ഷോ എന്ന് പറഞ്ഞ് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് എന്താ B2B മീറ്റാണ്. അതായത് ഇപ്പോൾ ലണ്ടനിലാണ് നടത്തുന്നത്. ലണ്ടനിലെ ടൂർ ഓപ്പറേറ്റേഴ്സിനെ അവിടെ ഇൻവൈറ്റ് ചെയ്യും. ദേ ആർ ദ ബയേഴ്സ്. ഇവിടെ നിന്നുള്ള നമ്മുടെ സർവീസ് പ്രൊഡക്ട്സ് അങ്ങോട്ട് പോകുന്ന സെല്ലേഴ്സ്. ഈ ഒരു B2B മീറ്റാണ്. ഈ രണ്ട് കാര്യങ്ങളും ഈ പറഞ്ഞ പരസ്യവുമല്ലാതെ നമ്മൾ കാര്യമായൊരു ഇൻ്റർവെൻഷൻ ഇൻ്റർനാഷണൽ മാർക്കറ്റുകളിൽ ചെയ്യുന്നില്ല. അതിനുള്ള ഫണ്ട് നമുക്കില്ല. അതായത് ഇവിടെ വരാൻ താല്പര്യമുള്ള ജനങ്ങളിലേക്ക് നമ്മൾ നേരിട്ടെത്തുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ US ഞാൻ UK കഴിഞ്ഞ 2 വർഷം എൻ്റെ മോളായതുകൊണ്ട് 6 മാസം ഇത് അവിടെ നിന്നു. എത്ര പേർക്ക് ചോദിച്ചാൽ നമ്മൾ പരിചയപ്പെടുന്നത് ചോദിച്ചാൽ അവർക്കറിയില്ല കേരളത്തെക്കുറിച്ച്. ശരി. ഈവൻ NRIs പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അത് കള്ളമല്ല പറയുന്നത്. കാരണം അവർക്ക് അത്രത്തോളം മലയാളികളല്ലാത്ത NRIs പോലും ചിലപ്പോൾ കേരളത്തെക്കുറിച്ച് ചിലപ്പോൾ അവർക്ക് ഈ കേരളം ഇത്രത്തോളം ടൂറിസം രംഗത്ത് ഡെവലപ്പ് ചെയ്തു എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മളുടെ റീച്ച് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഘട്ടത്തിൽ നമ്മൾ കയറിപ്പോയതാണ്. ഗ്രാഫ് വളരെയധികം പോയി. പക്ഷേ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായപ്പോൾ അഗ്രസീവ് മാർക്കറ്റിങ്ങിൽ നിന്ന് നമ്മൾ താഴേക്ക് പോയപ്പോൾ വന്നൊരു വല്ലാത്തൊരു വീഴ്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കരകയറണമെങ്കിൽ നമ്മൾ നല്ല പൈസ ചിലവാക്കിയാലേ പറ്റുള്ളൂ. അപ്പോഴും എൻ്റെ ഒരു ചോദ്യം, രണ്ടാമത്തെ ഒരു സബ് ചോദ്യമായിട്ട് ഉന്നയിക്കാം. നമ്മൾ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ താരതമ്യേന ആകർഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സാധിക്കുന്നത് ആ ഒരു കാര്യത്തിൽ, എന്നാൽ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളെ നമുക്ക് അത്രയധികം മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്, അവർക്കിടയിലേക്ക് നമ്മുടെ ബ്രാൻഡിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ഡൊമസ്റ്റിക് ടൂറിസം താരതമ്യേന ഒരുവിധം ശക്തമായി തന്നെ നിൽക്കുന്നത്? അല്ല, അത് നല്ല ചോദ്യമാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡൊമസ്റ്റിക് ടൂറിസത്തിൻ്റെ ഒരു മാർക്കറ്റിങ്ങിന് നമ്മൾ ഈ ചിലവാക്കുന്ന ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിന് ചിലവാക്കുന്ന പൈസ വേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമുക്ക് റീച്ച് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിനെ പെട്ടെന്ന് കീഴടക്കാൻ പറ്റും. പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റ് അങ്ങനെയല്ലല്ലോ. അതൊരു വിശാലമായ ലോകമല്ലേ. അവിടെ ഞാൻ അടിസ്ഥാനപരമായിട്ട് കാച്ചിൻ്റെ പ്രശ്നമാണ് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി വേറൊരു രസം, നമ്മൾ ഈ ഡൊമസ്റ്റിക് ടൂറിസം എന്ന് പറയുമ്പോൾ ആരാണ് ശരിക്കും? UN നമ്മുടെ പണ്ടത് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ആയിരുന്നു WTO. പിന്നെ അവരതിൻ്റെ ബ്രാൻഡ് മാറ്റിയിട്ട് UN ടൂറിസം എന്നാക്കി റീബ്രാൻഡ് ചെയ്തു. UN ടൂറിസത്തിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഒരു രാത്രി തങ്ങണം 24 മണിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു ഡെഫിനേഷനുണ്ട് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ടൂറിസ്റ്റിന് ഒരു ഡെഫിനേഷനുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ടൂറിസം എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിരിക്കും ആരാണ് ഡൊമസ്റ്റിക് ടൂറിസം? ബാക്കിയുള്ള സംസ്ഥാനത്ത് നിന്ന് വരണമെന്നാണ് സങ്കല്പം. ബാക്കിയുള്ള സംസ്ഥാനത്ത് നിന്ന് വന്നിട്ട് അവൻ്റെ കാശ് ആ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിലേക്ക് വരണം. അതാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ മലയാളികൾ കേരളത്തിന് സഞ്ചരിക്കുന്ന ഡൊമസ്റ്റിക് ടൂറിസം ആവുമോ? കേരളത്തെ സംബന്ധിച്ചോളം അല്ല. ടൂറിസത്തെ സംബന്ധിച്ചോളം അല്ല. കേരളത്തെ സംബന്ധിച്ചോളാണെന്ന് പറയാം. പക്ഷേ കേരള ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ല. പക്ഷേ നമ്മൾ ഓരോ വർഷവും പറയുന്ന ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ കണക്കിൽ ടൂറിസ്റ്റ് അറൈവൽസ് 2 കോടി എന്ന് പറയും. കഴിഞ്ഞ വർഷവും എൻ്റെ കണക്ക് 2 കോടി 2.21 crores മൊത്തമാണ്. യു വോണ്ട് ബിലീവ് അതിൽ 60-70% മലയാളികളാണ്. അപ്പോൾ അതായത് 2 കോടിയിൽ 70% വെച്ച് എത്രയായി? പോട്ടെ, 60% എത്രയായി? 1 കോടി 1.2 കോടി മലയാളികളാണ്. ബാക്കി 80 ലക്ഷം പേരേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂറിസം വിജയമെന്ന് നമ്മൾ കരുതുന്ന ഫിഗറിൻ്റെ പുറകിലുള്ള കഥ. ഫിഗർ മോശമാണെന്ന് ഞാൻ പറയില്ല, അതിൻ്റെ അർത്ഥമല്ല. പക്ഷെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മൾ മീഡിയ തെറ്റിദ്ധരിപ്പിക്കുന്നു, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പക്ഷേ ടൂറിസം വകുപ്പിൻ്റെ സ്റ്റാറ്റിക്സിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ വ്യക്തമാണ്. ആ കണക്കിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പത്രസമ്മേളനത്തിൽ ഒരു മന്ത്രിയും, ഏത് മന്ത്രി എന്നുള്ള ഒരു മന്ത്രി അത് പറയില്ല. കാരണം ആഭ്യന്തര ടൂറിസത്തിൽ ഇത്ര വളർച്ച എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ 60% ഒഴിച്ചുള്ള ബാക്കി എന്ത് വർധനവുണ്ടായി, ആ വർധനവ് വീണ്ടും അടുത്ത വർഷം എങ്ങനെ കൂട്ടാം, ഇതായിരിക്കണം നമ്മുടെ ഫോക്കസ്. ഇത് ഫോക്കസ് ചെയ്യുന്ന കണക്കുകൾ വെച്ചുള്ള കളിയാണ് കളിക്കുന്നത്. ഇതെപ്പോഴും പറ്റുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര ടൂറിസം എന്തുകൊണ്ട് പെട്ടെന്ന് നടക്കുന്നു എന്ന് ചോദിച്ചാൽ അത് എളുപ്പമുള്ളൊരു പ്രക്രിയയാണ്. നമുക്ക് ഇപ്പോൾ കേരള ടൂറിസം തന്നെ ഞാൻ ഈ ഇൻ്റർനാഷണൽ മാർക്കറ്റ് ചെയ്ത പോലെ
ഇന്ത്യക്കകത്ത് ഫെസ്റ്റിവലുകളുണ്ട്. ഇപ്പോൾ TTF എന്ന് പറയുന്ന ഒരു ഫെയർ, അല്ലെങ്കിൽ സാട്ടെ എന്ന് പറയുന്ന അത്തരം ഡൊമസ്റ്റിക് ഫെയർസുകൾ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. ഇതും ആദ്യകാലത്ത് ഞാൻ ടൂറിസം വകുപ്പ് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ WTMൽ പോകുന്നത് ഡയറക്ടർ മാത്രമാണ്, അല്ലെങ്കിൽ സെക്രട്ടറി മാത്രമാണ്. അപ്പോൾ അവിടെ വലിയൊരു സ്റ്റാളാണ് കേരള ടൂറിസ്റ്റിനുള്ളത്. അവിടെ ചെന്ന് ഈ ഡയറക്ടർ അല്ലെങ്കിൽ സെക്രട്ടറിക്ക് എത്രത്തോളം പ്രവർത്തി ചെയ്യാൻ കഴിയും? അവർ കുറേ കഴിയുമ്പോൾ പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോകും, ഈ സ്റ്റാൾ മാനേജ് ചെയ്യാൻ ആളുണ്ടാവില്ല. പക്ഷെ പിന്നീട് അത് മാറ്റിയിട്ട് നമ്മൾ വി ട്രൈ ടു ഇൻക്രീസ് ദ പാർട്ടിസിപ്പേഷൻ ഫ്രം ദ പ്രൈവറ്റ് സെക്ടർ ഇൻ ദീസ് ഫെയർസ്. അപ്പം നമ്മൾ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളൊരു, അത് ശരിക്കും കൊണ്ടുവന്ന ഡോക്ടർ വേണുവാണ്. ഇപ്പോൾ കേരള ടൂറിസത്തിന് ഞാൻ നളിനെറ്റോ മാഡം, സാജൻ പീറ്റർ സാറ്, അല്ലെങ്കിൽ ഒരുപാട് പേരുമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അവരൊക്കെ തന്നെ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാറാണ്. പക്ഷേ ആധുനിക കാലത്തിലേക്ക് ടൂറിസത്തെ കൊണ്ടുപോയ ഒരാളെന്ന് പറഞ്ഞ ഡോക്ടർ വേണുവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു ഈ ഒരേ അംബ്രല്ലയിൽ കൊണ്ടുപോകുക. അപ്പോൾ ഇത് ഈ വിദേശ മേളകളിലും ഈ ഇന്ത്യക്കകത്തുള്ള മേളകളിലും പങ്കെടുക്കുമ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് കേരള ടൂറിസം പാർട്ടിസിപ്പേറ്റിംഗ് എലോൺ, എന്ത് ചെയ്യുന്നു നമ്മൾ? വി ആർ ഗിവിങ് ദം സ്പേസ് ഇൻസൈഡ് ദ കേരള പവലിയൻ. സോ ഒരു മിനി കേരള പവലിയൻ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അപ്പോൾ മിനി കേരള പവലിയനകത്ത് എല്ലാവരും ഉണ്ടാവും. ഇവിടെ നിന്നുള്ള ഹൗസ് ബോട്ടിൻ്റെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, പിന്നെ ഹോട്ടലിയേഴ്സ് ഉണ്ടാവും, റിസോർട്ട്സുകാരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. സോ അപ്പോൾ ഒരു വൈഡർ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മുടെ ടൂറിസം മാറുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഒരുപാട് വന്നു. അത് നമ്മൾ ഒരുപാട് സഹായിച്ചു ഈ ഡൊമസ്റ്റിക് ടൂറിസത്തിൽ. പക്ഷേ അപ്പോഴും നമ്മൾ ഇൻ്റർനാഷണൽ ടൂറിസത്തിലേക്ക് തന്നെ ഒരു ചെറു രീതിയിലൊന്ന് പോകാമെന്ന് വരുന്നത്. കാരണം അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നത്, നമുക്ക് ഏത് തരം ടൂറിസ്റ്റുകളെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടത് എന്നൊരു ചോദ്യം വരുന്നില്ലേ? താരതമ്യേന പൈസ ഒന്നും ചിലവാക്കാനില്ലാത്ത ഒരു ബാഗും തൂക്കി ചുമ്മാ കറങ്ങാൻ നടക്കുന്ന ബാക്ക് പാക്കേഴ്സുള്ള ആൾക്കാർ 1,00,000 പേര് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ബർഡൻ ചെയ്യാന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ നാടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാനുള്ള വഴിയില്ലല്ലോ. അതെ, സ്വാഭാവികമായിട്ടും കാശുള്ളവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു വിജയം നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ? ഏറ്റവും നല്ല വേറൊരു ചോദ്യം. അതായത് എക്കാലവും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരുന്നത് ക്വാളിറ്റി ടൂറിസ്റ്റുകളാണ്. നമ്മൾ വിളിക്കുന്ന ക്വാളിറ്റി ടൂറിസമാണ്. മാസ് ടൂറിസം അല്ല നമ്മുടെ ലക്ഷ്യം. ക്വാളിറ്റി ടൂറിസം ആയിരുന്നു എക്കാലവും. ഈ അടുത്ത കാലത്താണ് അതിനൊരു മാറ്റം വന്നത്. അത് ഷിഫ്റ്റാണ്. അത് ഒരു ആശാസ്യകരമല്ലാത്തൊരു ഷിഫ്റ്റാണ് സംഭവിച്ചത്. പക്ഷേ നമ്മൾ ഈ 90കളിലും അല്ലെങ്കിൽ 2000ൻ്റെ തുടക്കത്തിലൊക്കെ നമ്മൾ ശ്രമിച്ചിരുന്നത് ക്വാളിറ്റി ടൂറിസ്റ്റുകൾ മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം അതായിരുന്നു. ഇപ്പോഴും ഇവിടെ ക്വാളിറ്റി ടൂറിസ്റ്റ് മതി. കാരണം വി ഡോണ്ട് വോണ്ട് ടു ഡിസ്ട്രോയ് ദിസ് ഡെസ്റ്റിനേഷൻ, സ്പോയിൽ ദിസ് ഡെസ്റ്റിനേഷൻ. അവർ ഇവിടെ വരുന്ന നമ്മളുടെ റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുമ്പോഴും ടൂറിസ്റ്റിനുമുണ്ട് റെസ്പോൺസിബിലിറ്റി. അങ്ങനെയുള്ള റെസ്പോൺസിബിൾ ടൂറിസ്റ്റ് വന്നാൽ മതി എന്നുള്ള കാഴ്ചപ്പാട് തന്നെയായിരുന്നു നമുക്ക് എക്കാലവും. ഈ അടുത്ത കാലത്ത് മാത്രമാണ് അതിനകത്തൊരു മാറ്റം വന്നിട്ടുള്ളത്. ഇപ്പം അങ്ങനെയല്ല, കുറച്ചൊക്കെ എങ്കിലും പറയേണ്ടി വരും. പക്ഷേ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു, ഇനിയും അങ്ങനെ ആയിരിക്കണം. നമുക്ക് ക്വാളിറ്റി ടൂറിസം മതി. കാരണം നമുക്ക് ഈ സാറ് ചോദിച്ച ചോദ്യത്തിൽ ഒരു വലിയൊരു ഇതുണ്ട്, അടങ്ങിയിരിപ്പുണ്ട്. അതായത് അതിനെ നമ്മൾ വിളിക്കുന്ന മാസ് ടൂറിസം എന്നാണ്. മാസ് ടൂറിസം ഉണ്ട്, ഓവർ ടൂറിസം ഉണ്ട്. ഇത് രണ്ടും പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ വയനാട്ടിൽ പോകുമ്പോൾ വയനാട്ടിൽ 900 കണ്ടി എന്നൊരു സ്ഥലമുണ്ട്. 900 കണ്ടിയിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഒരു പ്രൈവറ്റ് ഓപ്പറേറ്ററാണ് അത്. അദ്ദേഹത്തിൻ്റെ താല്പര്യമായിരിക്കും, അല്ല അദ്ദേഹത്തിൻ്റെ ടൂറിസം പാഷൻ എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടി 200ഓളം ജീപ്പുകളാണ് അതിന് താഴെ കാത്തു നിൽക്കുന്നത്. ശരി. ഈ ജീപ്പുകൾ ടേണായിട്ട് അവർ ഹോൺ അടിച്ചിട്ട് ഈ ഓഫ് റോഡ് വഴി 15 മിനിറ്റ് ട്രാവൽ ചെയ്താണ് അവിടെ എത്തുന്നത്. ഈ വല്ലാത്ത ഹോങ്കിങ് ആണ് അതിനകത്ത്. അപ്പോൾ ഈ ജീപ്പുകൾ ഉണ്ടാക്കുന്ന ശബ്ദം, അതൊക്കെ ആ കാട്ടിനകത്ത് മലയണ്ണാനെയും പിന്നെ എന്താണ് മാനിനെയൊക്കെ പേടിപ്പിക്കുന്ന സംഗതിയാണ്. അപ്പോൾ അവിടെ പോലും നമുക്ക് അത് ഡേ ടൂറിസ്റ്റാണത്, ഡേ വിസിറ്റേഴ്സാണ്. ഡേ വിസിറ്റേഴ്സ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അധികം. അവരെന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അവരൊരു പാർക്കിൽ പോയിട്ട് അവിടെ ടിക്കറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ വഴിയിൽ നിന്നെന്തെങ്കിലും സാധനം മേടിക്കുന്നു. അതാണ് ഡേ ടൂറിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കേരളത്തിലെ ചില മൈക്രോ ഡെസ്റ്റിനേഷനുകളിൽ, ഇപ്പം വയനാട്ടിലെ ചില കേന്ദ്രങ്ങൾ, മൂന്നാറിലൊക്കെ നമുക്ക് മാസ് ടൂറിസം ചിലപ്പോൾ വരാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതൊഴിച്ചാൽ നമുക്ക് ക്വാളിറ്റി ടൂറിസമാണ് വേണ്ടത്. പ്രത്യേകിച്ചും കേരളം സെല്ല് ചെയ്യുന്നത്, നമ്മുടെ മെയിൻ ടൂറിസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നേച്ചറാണ്. രണ്ടാമതാണ് കൾച്ചർ വരുന്നത്. ഹെറിറ്റേജ് നമുക്ക് വരുന്നത് വളരെ കുറവാണ്. സ്പിരിച്വൽ ടൂറിസം വരുന്നത് വളരെ കുറവാണ്. പിന്നെ നമുക്ക് സ്ട്രെസ് ചെയ്യാൻ കഴിയുന്നൊരു മേഖല മെഡിക്കൽ ടൂറിസമാണ്. നമ്മളിപ്പോഴും അതിനകത്തേക്ക് അധികം പോയിട്ടില്ല, അല്ലെങ്കിൽ വെൽനസ് ടൂറിസം. അപ്പോൾ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടല്ലാത്ത ഒരു പരിപാടിയും നമ്മൾ കേരളത്തെ നിലനിർത്തില്ല. അപ്പം ഒരു സസ്റ്റൈനബിളായിട്ട് തന്നെ അത് പോവേണ്ടിയും ഇരിക്കുന്നു അല്ലേ? അങ്ങനെ പോകാവൂ. കാരണം ഇപ്പോൾ വേമ്പനാട് കായലിൽ എന്താ സംഭവിച്ചത്? സസ്റ്റൈനബിൾ അല്ലാത്തത് കൊണ്ടാണ് അവിടെ എണ്ണമറ്റ ഹൗസ് ബോട്ടുകളുണ്ടായത്. പലതിനും ഇപ്പോഴും ലൈസൻസ് ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. ഈ ഹൗസ് ബോട്ടിലേക്ക് വരാം. ഈ എപ്പോഴാണ് ഹൗസ് ബോട്ടുകൾ നമ്മുടെ ഈ
ടൂറിസത്തിലേക്ക് കടന്നു വരുന്നത്? അല്ല, ഓർമ്മയുണ്ടോ ആ ഒരു കാലഘട്ടം? കാലഘട്ടം ഓർമ്മയുണ്ട്. അതായത് അതിലിപ്പോഴും തർക്കമുണ്ടെങ്കിലും ടൂർ ഇന്ത്യയുടെ വർഗീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ ഹൗസ് ബോട്ട് എന്നുള്ള ആശയം കൊണ്ടുവന്നു എന്നാണ് പരക്കെ പറയപ്പെടുന്നത്. ചില അഭിപ്രായ വ്യത്യാസങ്ങളിലുണ്ടെങ്കിലും ഞാൻ മനോരമയുടെ പഴയ ചീഫ് കറസ്പോണ്ടായിരുന്ന VK സോമനുമായിട്ട് സോമൻ സാറുടെ സംസാരിച്ചിരുന്നു. അദ്ദേഹവും ഈ വർഗീസും ചേർന്നാണ്, ടൂർ ഇന്ത്യ വർഗീസ് എന്നൊരു പേര് അതന്നെ, അദ്ദേഹം കൂടെ ചേർന്നാണ് ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് ഈ ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന കെട്ടുവള്ളങ്ങളെയാണ് എന്തുകൊണ്ട് അതിനെ ഇങ്ങനെ ആക്കിക്കൂടാന്ന്. കാരണം ചരക്ക് കൊണ്ടുപോകുന്ന വള്ളങ്ങൾക്ക് വേറൊരു ചരിത്രമുണ്ട്. അതിൽ പോകുന്ന ആൾക്കാരും ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങും. അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ട്, അതിൽ ദുരുദ്ദേശമുണ്ട്, അല്ലാത്ത ഉദ്ദേശങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ കൺവെർട്ട് ചെയ്താണ് ഈ കോൺസെപ്റ്റാക്കി മാറ്റിയതെന്നാണ് VK സോമൻ എന്നോട് പറഞ്ഞത്. അതാണ് പരക്കെ അറിയപ്പെടുന്ന തീരെ, അല്ലാതെ വേറെ ചിലരുടെയൊക്കെ പേരുകളൊക്കെ അതിനകത്ത് പറയുന്നത് എന്താവട്ടെ. പക്ഷേ 90കളിലാണ് എൻ്റെ അഭിപ്രായം, 90കളിലാണ് ഹൗസ് ബോട്ട് ഞാൻ ആദ്യമായിട്ട് ഹൗസ് ബോട്ടിൽ കയറുന്നത് മേ ബി 95 അന്ന്. പക്ഷേ അന്ന് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്, അന്ന് വേമ്പനാട് കായലിൻ്റെ നടുക്കാണ് ആങ്കർ ചെയ്ത് കിടക്കുന്നത്, ഒത്ത നടുക്ക്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ചുറ്റും കാണുന്നത് അനന്തമായ ജലാശയവും പക്ഷികളും കടൽ പോലെ ഒക്കെയാണ്. പക്ഷേ ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഹൗസ് ബോട്ട് രാവിലെ 11 മണിക്കോ 12 മണിക്കോ സ്റ്റാർട്ട് ചെയ്യുന്നു, ചെക്ക് ഇൻ ചെയ്യുന്നു, അവർ 5 മണിക്ക് എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒതുക്കുന്നു. എന്ത് അനുഭവമാണ് കിട്ടുന്നത്? ഞാൻ പറഞ്ഞത് ആ ഒരു നമ്മൾ സംസാരിച്ചു വന്നത് പ്രകൃതിയുടെ ചൂഷണത്തിൻ്റെ കാര്യം. പ്രകൃതി വിഭവങ്ങളുടെ ആരോഗ്യകരവും ആശാസ്യകരവുമായ ചൂഷണമാണ് ടൂറിസം. പ്രകൃതിയുടെ ചൂഷണമാണ് ടൂറിസം, പക്ഷേ ആശാസ്യകരവും ആരോഗ്യപരവുമായ ചൂഷണമായിരിക്കണം. അതിനപ്പുറം നമ്മൾ പോയി എന്നുള്ളതാണ് നമുക്ക് പറ്റിയ തെറ്റ്. അതാണ് വേമ്പനാട് കായലിൽ നിന്ന് അനുഭവിക്കുന്നത്. അത് ഒരിക്കലും വലിയ പറമ്പയ്ക്ക് സംഭവിക്കാൻ പാടില്ല, നോർത്ത് മലബാറിൽ. അതൊരിക്കലും കവായിക്ക് സംഭവിക്കാൻ പാടില്ല. ഈ മലബാറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതിലേക്കൊന്ന് പോകുന്നതായിരുന്നു. കാരണം ഞാൻ അടുത്തിടെ കണ്ണൂരൊക്കെ ഒന്ന് പോകാനിടയായി. ഇപ്പം വളരെ സുന്ദരമായൊരു സ്ഥലം, നദികളാണെങ്കിൽ ഇഷ്ടം പോലെ നദികൾ, നല്ല വിശാലമായ നദികൾ, ചെറിയ നദികളൊന്നും അല്ലതാണ്. എന്നാൽ ഞാൻ ആകെ കണ്ടത് ധർമ്മടത്തൊക്കെ എന്തോ ഒരു ചെറിയൊരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു കോൺസെപ്റ്റ്, ഒരേ ഒരെണ്ണം. അപ്പം എന്താണ് ആലപ്പുഴയിൽ ഇത്രയധികം തിങ്ങി നിറഞ്ഞ ഹൗസ് ബോട്ടുകൾ ഉണ്ടാവുകയും എന്നാൽ കണ്ണൂരിൽ ഒന്നുമില്ലാതിരിക്കുന്ന ഒരവസ്ഥ വന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് കണ്ണൂർ പോലുള്ള പ്രദേശങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ പോയത്? ആ ചോദ്യത്തിന് എനിക്കൊരു സമയമാണ് ഉത്തരം തരാൻ. കാരണം അത് എൻ്റെ ഒരു മേഖലയാണ്. ഞാൻ കണ്ണൂരിലൊരു വർഷം ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. എൻ്റെ സർവീസിലെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയാവുന്ന ഒരു പീരീഡാണ് കണ്ണൂരിലെ പീരീഡ്. മറ്റൊന്ന് ഓഫ് കോഴ്സ് ഡോക്ടർ വേണു, അമിതാഭ് കാന്ത്, അല്ലെങ്കിൽ നളിനി നെട്ടോ മാഡം, സാജൻ പീറ്റർ സാറ്, ശിവശങ്കർ സാറ്, ഇവരുമായിട്ടുള്ള ഒരു പീരീഡാണ്. ഈ പീരീഡൊക്കെയാണ് ശരിക്കും കേരള ടൂറിസത്തിൻ്റെ സുവർണ്ണ കാലഘട്ടവും ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ ഞാൻ ഒരു വർഷം ജോലി ചെയ്തപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ, ജനപ്രതിനിധിയുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അയാളുടെ തല താഴ്ന്നിരിക്കണം. അയാൾ അവരെക്കാളും മുകളിലാണ് ചിന്തിച്ചാൽ ചവിട്ടി താഴ്ത്തവർ. അവിടെ നമുക്ക് എക്സിസ്റ്റൻസ് ഒന്നും ചെയ്യാനും കഴിയില്ല. അങ്ങനെ ആയതുകൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കണ്ണൂരിലെ ജനപ്രതിനിധികൾക്കും ഒക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു, രാഷ്ട്രീയ ഭേദമന്യേ തന്നെ. പലരും ഇപ്പോഴും വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെല്ലാം കണ്ണൂരിൽ തന്നെ വിളിക്കും. എല്ലാ സ്ഥലവും ഞാൻ കാണാത്ത കണ്ണൂരില്ല, വളരെ കുറവാണ്. കണ്ണൂരിൻ്റെ മുക്കും മൂലയിലും എനിക്ക് പോയി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ സാറ് പറഞ്ഞതുപോലെ ഇടുക്കിയേക്കാളും മനോഹരമായൊരു ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഈ പറഞ്ഞ പുഴകളില്ലേ, കുപ്പം പുഴ, ബാവലിപ്പുഴ, വളപട്ടണം പുഴ, കണ്ണൂരിലെ പുഴകളെടുത്താൽ ഈ പുഴകളെല്ലാം ജലസാന്ദ്രത കൂടിയ പുഴകളാണ്. ആണ് എൻ്റെ പ്രത്യേകത. കുപ്പംപുഴയിലൊക്കെ വെള്ളം അത്രത്തോളം വെള്ളമാണുള്ളത്. എന്ത് മനോഹരമാണ് കുപ്പംപുഴ എന്ന് പറയുന്നത്. ബാവലിപ്പുഴ അതുപോലെ തന്നെ. പിന്നെ കവായി കായൽ അല്ലെങ്കിൽ വലിയ പറമ്പ. നമ്മുടെ ടൂറിസം ഇന്നും ഒരു പരമ്പരാഗത ടൂറിസം സർക്യൂട്ടിൽ നിൽക്കുകയാണ്. അതായത് പോർട്ട് ഓഫ് എൻട്രി ഇന്നും ഏതാണ്? കൊച്ചിയാണ്. കൊച്ചി വരുന്ന ടൂറിസ്റ്റ് എങ്ങോട്ട് പോകും? ആദ്യം മൂന്നാറിലേക്ക് പോകാം. അവിടെ നിന്ന് അങ്ങോട്ട് പോകും, തേക്കടിയിലോട്ട് പോകും, അവിടെ നിന്ന് അങ്ങോട്ട് പോകും, തിരിച്ച് ആലപ്പുഴയിൽ വരുന്നു, അല്ലെങ്കിൽ കുമരകം, തിരിച്ച് കൊച്ചി. ഇതാണ് ട്രഡീഷണൽ സർക്യൂട്ട്. ഈ ടൂറിസം രംഗത്ത് ഇന്നും ഈ OTA എന്ന് പറയുന്ന ഓൺലൈൻ ട്രാവൽ ഏജൻസികൾ, Airbnb അല്ലെങ്കിൽ Booking.com ഒക്കെ വന്നുവെങ്കിലും ഇന്നും ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടൂറിസ്റ്റിൻ്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറഞ്ഞ ടൂർ ഓപ്പറേറ്റേഴ്സാണ്. നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് ഫിസിക്കൽ പ്രസൻസ് ആണല്ലോ. മറ്റേ OTA എന്ന് പറയുന്നൊരു ഫിസിക്കൽ പ്രസൻസ് അല്ല ഒരിക്കലും. അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷമുണ്ട്. അപ്പോൾ ഈ ടൂർ ഓപ്പറേറ്റർ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം എന്തെന്നറിയാമോ? ഈ സർക്യൂട്ട് കൊടുക്കുകയാണ്. കാരണം അവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കൊച്ചിയിൽ ആവശ്യത്തിന് ഹോട്ടൽസ് ഉണ്ട്, ഫോർട്ട് കൊച്ചിയിൽ കാണാൻ കാര്യങ്ങളുണ്ട്, കൊച്ചിയിൽ ഷോപ്പിംഗ് നടത്താം. നേരെ മൂന്നാറിൽ പോയ ഇഷ്ടംപോലെ റിസോർട്ട്സ് ഉണ്ട്, 3-4 സൈറ്റ് സീയിങ് ഓപ്ഷൻസ് ഉണ്ട്. തേക്കടി പോയാൽ ഇഷ്ടംപോലെ റിസോർട്ട്സ്, ആലപ്പുഴ കുമരകത്ത് പോയ ഹൗസ് ബോട്ട്, ബാക്കി റിസോർട്ടുകൾ. അവർക്കൊന്നിനൊന്നും പേടിക്കണ്ട. പക്ഷേ
ഈ ട്രഡീഷണൽ, ഈ പരമ്പരാഗത കേരള ടൂറിസം സർക്കിട്ടിൽ കിട്ടുന്ന ഈ ബാക്ക് വാട്ടറും ഈ ബീച്ചും ഈ കൾച്ചറും ഇതിനേക്കാൾ മനോഹരമായിട്ടും പ്രിസ്റ്റീനായിട്ടും കന്യകാത്വം നഷ്ടപ്പെടാതെയും നിങ്ങൾക്ക് നോർത്ത് മലബാറിലുണ്ട്. നിങ്ങൾക്ക് വേമ്പനാട് കായൽ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ കവായി ഉണ്ട്, വലിയ പറമ്പയുണ്ട്. നിങ്ങൾക്കിവിടെ കോവളവും നിങ്ങൾക്കിവിടെ മാരാരി ബീച്ചും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ചാൽ ബീച്ചുണ്ട് കണ്ണൂരിൽ, മീൻകുന്ന് ബീച്ചുണ്ട് കണ്ണൂർ, പയ്യാമ്പലമൊക്കെ ലോക്കൽ ബീച്ചാണ്. നിങ്ങൾക്ക് മുഴുപ്പിലങ്ങാട് പോട്ടെ, വേറെ ഇഷ്ടംപോലെ ബീച്ചുകൾ പേര് പറയാൻ, തോട്ടട, ആദികടലായി, അതിമനോഹരമായ ബീച്ചുകളുണ്ട്. കന്യകാത്വം നഷ്ടപ്പെടാത്ത ബീച്ചുകളാണിതെല്ലാം. ഇനി സംസ്കാരത്തിൻ്റെ കാര്യം വരൂ, കൾച്ചറിൻ്റെ കാര്യം വന്നാൽ തെയ്യം എവിടെയാണുള്ളത്? തെയ്യത്തിൻ്റെ നാട് നോർത്ത് മലബാറാണല്ലോ. ഹിൽ സ്റ്റേഷൻസും ഉണ്ട് ഇപ്പോൾ. ഹിൽ സ്റ്റേഷൻസ് പൈതൽമല, പാലക്കയം തട്ട്, ഇഷ്ടംപോലെ ഹിൽ സ്റ്റേഷൻ. ഏതാണ്ട് ഒരു 4-5 ജില്ലകൾ ചേർന്ന് കിട്ടുന്ന അനുഭവം ഒരൊറ്റ ജില്ലയിൽ നിന്ന് തന്നെ കിട്ടും. ഒറ്റ ജില്ലയിൽ കണ്ണൂരിൽ നിന്ന് കിട്ടും അല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാസർഗോഡ്, നമ്മൾ നോർത്ത് മലബാർ, കണ്ണൂരിൽ നിന്ന് നമുക്ക് വിട്ടിട്ട് നമുക്ക് നോർത്ത് മലബാർ എടുക്കാം. അപ്പോൾ ഈ കണ്ണൂരും കാസർഗോഡും ചേരുന്ന ഈ 2 ജില്ലകൾക്ക് ഓഫർ ചെയ്യാൻ കഴിയുന്നത്, ആർക്ക് ഓഫർ ചെയ്യാൻ കഴിയും, ചെയ്യുന്നത് ആണ് ഇവിടെ ട്രഡീഷണൽ സർക്യൂട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പരമ്പരാഗതമായിട്ട്. അതിങ്ങോട്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്, 2-3 കാര്യങ്ങളാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു ഡെസ്റ്റിനേഷൻ കുമരകം ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. കുമരകം അന്താരാഷ്ട്ര പ്രശസ്തി ആർജിക്കുന്നത് കുമരകത്ത് താജ് വന്നതിന് ശേഷമാണ്. ഒന്നുകിൽ നമുക്കൊരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് വരണം, ഒരു ഹോട്ടൽ ചെയിൻ, ഒരു ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ വേണം. കണ്ണൂരിനെ സംബന്ധിച്ച് ഇന്നൊരു 5 സ്റ്റാർ ഹോട്ടലില്ല. ശരി. മറിച്ച് കാസർഗോഡിനെ സംബന്ധിച്ച് ബേക്കലിന് കിട്ടിയ ഗുണം എന്താണ്? അറിഞ്ഞോ അറിയാതെയോ നല്ലതിനോ ചീത്തയ്ക്കോ BRDC ബേക്കൽ റിസോർട്ട്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപനം കൊണ്ടുവന്നപ്പോൾ അതുവഴി അവിടെ താജും വന്നു, ലളിതും വന്നു. 2 5 സ്റ്റാർ ഹോട്ടൽ വന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് നീലേശ്വരം ബാക്കി ഭാഗങ്ങളൊക്കെ വികസിക്കാൻ തുടങ്ങി. അങ്ങനെ കാസർഗോഡ് വികസിച്ചു, അല്ലെങ്കിൽ ബേക്കൽ വികസിച്ചു, നീലേശ്വരം വികസിച്ചു, ചില ഭാഗങ്ങൾ വികസിച്ചു. അവിടെ ടൂറിസം കൾച്ചർ വന്നു. പക്ഷെ കണ്ണൂരിൽ നിന്ന് നല്ലൊരു റിസോർട്ടില്ല, നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലില്ല. ഇതിലുപരി നമുക്ക് ടൂറിസം വികസിക്കണമെങ്കിൽ ഒരു ടൂറിസം സംസ്കാരം വേണം, ടൂറിസം കൾച്ചർ. ആ ടൂറിസം കൾച്ചർ അൺഫോർച്ചുനേറ്റ്ലി കണ്ണൂരിനില്ല. ഞാൻ ഒരു കൊല്ലം കണ്ണൂരിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നപ്പോഴും അതിനുശേഷം ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തിട്ട് ഞാൻ ഇരിക്കുമ്പോൾ എന്നെ കണ്ണൂരുകാർ വിളിക്കുന്നു, നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സുകാർ വിളിച്ചിട്ട് ടൂറിസം എന്തെങ്കിലും കണ്ണൂർ ചെയ്യണമെന്ന് പറയുന്നു. നോർത്ത് മലബാറിൽ, കണ്ണൂരും കാസർഗോഡും. അപ്പോൾ ഞാനൊരു ആശയം വെച്ചു, വയനാട്ടുകാർക്ക് വയനാട് ടൂറിസം ഓർഗനൈസേഷൻ എന്നൊരു സംഘടനയുണ്ട്, വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട്, അവരായിരുന്നു ആദ്യത്തെ സംഘടന. അതുപോലെ നമുക്ക് ഒരു നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷൻ. ആ മീറ്റിംഗ് ഞാൻ പറഞ്ഞ ആശയമാണ്. NOMTO നോംറ്റോ എന്ന പേരിൽ അവർ അംഗീകരിച്ചു, ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ആ മീറ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞു, നമുക്കൊരു ഫെസ്റ്റിവൽ വേണം ഈ 2 ഡെസ്റ്റിനേഷൻ പ്രൊമോട്ട് ചെയ്യാൻ. അങ്ങനെ നോർത്ത് മലബാർ ട്രാവൽ ബസാർ NMTB എന്നൊരു ഇതുണ്ടാക്കി, ഇവൻ്റ് ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ കുറേ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ ടൂറിസം കൾച്ചറാണ്. അപ്പോൾ എന്താണ് ടൂറിസം കൾച്ചർ എന്ന് കൂടി ഒന്ന് പറയാം. അതാണ് അടിസ്ഥാനപരമായിട്ട് ടൂറിസം ഒരു കമ്മീഷൻ ബിസിനസ്സാണ്. ടൂറിസത്തിലെ കമ്മീഷൻ നമ്മൾ മോശമായിട്ട് കണക്കാക്കരുത്. കാരണം ഒരു ടൂർ ഓപ്പറേറ്റർ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്യുമ്പോൾ ആ ഹോട്ടലിൽ നിന്നുള്ള ട്രാവൽ ഏജൻസി കമ്മീഷൻ TAC ആണ് അയാൾക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും. ഒരു ഗൈഡിന് കിട്ടുന്നതും കമ്മീഷനുണ്ട്, ഒരു ടാക്സി ഡ്രൈവർക്ക് കിട്ടുന്ന കമ്മീഷനുണ്ട്. അപ്പോൾ ടൂറിസത്തിൽ വർക്ക് ചെയ്യുന്ന പല സ്റ്റേജുകളിൽ വർക്ക് ചെയ്യുന്ന, ലെവലുകളിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കും കമ്മീഷനാണ് കിട്ടുന്നത്. കണ്ണൂരിലെ പറയുന്നത് ശരിയല്ലെങ്കിൽ കണ്ണൂരിലെ ഹോട്ടലിയേഴ്സ് ഇത് തയ്യാറല്ല, കൂടുതൽ പേരും. ഞാൻ ഒരുപാട് ശ്രമിച്ചു. എന്തെങ്കിലും കാരണം? ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി അവർക്കൊരു 60% ബിസിനസ് ഉണ്ട്, ബാർ ഹോട്ടൽസ് ഉണ്ട്, അല്ലെങ്കിൽ ബാംഗ്ലൂരിൻ്റെ സാമീപ്യം ഉള്ളതുകൊണ്ട് ടെക്കികളും അല്ലാത്തവരൊക്കെ കണ്ണൂരിലേക്കൊക്കെ വരും. ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് 60% ബിസിനസ്. പക്ഷേ ബിയോണ്ട് ദാറ്റ് ദേ ആർ നോട്ട് തിങ്കിങ് ദാറ്റ് ഇഫ് ദേ ക്യാൻ ഡു 20% മോർ ബിസിനസ് ദാറ്റ് വിൽ ബെനിഫിറ്റ് ദ ഡെസ്റ്റിനേഷൻ ഓൾസോ. ഈ 60% ബിസിനസ് കിട്ടുന്ന ഒരുത്തൻ ചിന്തിക്കുകയാണ്, ഞാൻ 20% ചെയ്താൽ കണ്ണൂരിനെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നൊരു മനസ്സില്ല. അവർ കമ്മീഷൻ കൊടുക്കാൻ തയ്യാറില്ല. ദേ ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ എക്സിസ്റ്റിംഗ് ബിസിനസ്. ഈ ഒരു കൾച്ചർ മാറ്റിയെടുക്കാതെ, കണ്ണൂരിൽ കൂടുതൽ റിസോർട്ടുകളും അക്കോമഡേഷൻ യൂണിറ്റുകളും വരാതെ ടൂറിസ്റ്റ് രംഗത്ത് കണ്ണൂരിൻ്റെ ഒരു വികസനം ഉണ്ടാവില്ല. നമ്മളിപ്പം ഒരു ലോക്കൽ ടൂറിസത്തിനെ കുറിച്ച് കൂടുതൽ വാചാലമായ ചില ബജറ്റുകളൊക്കെ നമ്മൾ കേരള നിയമസഭയിൽ കുറേ കണ്ടു. അപ്പോൾ ഒരു തവണ ഉണ്ടായിരുന്നതാണ് എല്ലാ പഞ്ചായത്തിലും ഓരോ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇന്ന് എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? അല്ല, എന്തിനാണ് എല്ലാ പഞ്ചായത്തിലും ഓരോ ഡെസ്റ്റിനേഷൻ? അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? സത്യത്തിൽ അത് ഞാൻ ഒരുപാട് വട്ടം എഴുതിയ സംഗതിയാണ്. നമ്മുടെ മന്ത്രി റിയാസ്, അദ്ദേഹം ആദ്യമായിട്ട് ചാർജ് എടുക്കുമ്പോൾ നടത്തിയൊരു അബദ്ധജടിലമായ പ്രഖ്യാപനമായിരുന്നു അത്. ഒരു പഞ്ചായത്തിലൊരു ഡെസ്റ്റിനേഷൻ.
ആരോ ഉദ്ദേശിച്ചു കൊടുത്തായിരിക്കണം അദ്ദേഹത്തെ. നമുക്ക് എത്ര പഞ്ചായത്തുണ്ട്? 1000 ആയിരത്തോളം അല്ലെങ്കിൽ 1000-ലധികം 1000 പഞ്ചായത്തുണ്ട്. ഈ പഞ്ചായത്തിലെല്ലാം തന്നെ ഡെസ്റ്റിനേഷൻ ഇല്ല എന്നുള്ള വാസ്തവമാണ്. എല്ലാ പഞ്ചായത്തും ഡെസ്റ്റിനേഷനിൽ. ഡെസ്റ്റിനേഷൻ എന്തിനാണ്? ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമുക്കൊന്നുകിൽ അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ എത്തിക്കണം, അല്ലെങ്കിൽ വിദേശ സഞ്ചാരി എത്തിക്കണം. അല്ലാതെ മലയാളി എത്തിക്കാൻ നമ്മൾ ഡെസ്റ്റിനേഷൻ അപ്പുറത്തെ പഞ്ചായത്തുകാർ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിനാണെങ്കിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് പഞ്ചായത്ത് ചിലവാക്കിയാൽ പോരെ? ടൂറിസത്തിൻ്റെ ഫണ്ട് ചിലവാക്കുമ്പോൾ എൻ്റെ ചോദ്യം അതേ ഉള്ളൂ. മലയാളിക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പഞ്ചായത്തുകൾ പൈസ ചിലവാക്കാം. ടൂറിസത്തിൻ്റെ ഫണ്ടെന്ന് പറയുന്നത് നമ്മുടെ എക്കോണമിയെ ബെനിഫിറ്റ് ചെയ്യാനാണ്, മെച്ചപ്പെടുത്താനാണ്. അതിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ടൂറിസ്റ്റ് വരണം, അല്ലെങ്കിൽ അന്യ രാജ്യങ്ങളിൽ നിന്ന് വരണം. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ സങ്കല്പിക്കുക, ഒരു മിനിമം 2 കോടിയെങ്കിലും വേണ്ടി ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ 1000 പഞ്ചായത്തിന് എത്ര വേണം? 2000 കോടി. ഒരു വർഷത്തെ ടൂറിസം ബഡ്ജറ്റ് ഏകദേശം 300-350 കോടിയാണ്. അപ്പോൾ 5 കൊല്ലം എടുത്താലും മൊത്തം ടൂറിസം ബഡ്ജറ്റാണ് 2000 പിന്നെ കോടി. എങ്ങനെയാണ് ഈ ഒരിക്കലും നടക്കത്തില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഉറപ്പുള്ള ഇത്തരം ആശയങ്ങളെ നമ്മളിങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നത്? അല്ല, എന്നിട്ട് ഞാൻ അതുകൊണ്ട് പറയാം. അപ്പോൾ മന്ത്രിയുടെ പ്രഖ്യാപനം വന്നപ്പോൾ ഇതിൽ നിൽക്കണമല്ലോ. അപ്പോൾ ഏതോ ഒരു ഉയർന്ന IAS ഉദ്യോഗസ്ഥൻ തലയിൽ ബുദ്ധി ഉദിച്ചതാവണമെന്ന് ഞാൻ കരുതുന്നു. ഇതിനെ നൈസായിട്ട് അങ്ങ് മാറ്റിയിട്ട് ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്നൊരു പദ്ധതിയാക്കി അതിൻ്റെ പേര് കൊടുത്തു, ഡെസ്റ്റിനേഷൻ ചലഞ്ച്. അതായത് എക്സ് എന്നൊരു പഞ്ചായത്തിന് അവിടെ ഒരു ഡെസ്റ്റിനേഷൻ ആഗ്രഹമുണ്ട്. അവരൊരു പദ്ധതി ടൂറിസം വകുപ്പിന് കൊടുക്കുക, ടൂറിസം വകുപ്പ് എല്ലാം നോക്കിയിട്ട് അംഗീകരിക്കുന്നു. പക്ഷേ ടൂറിസം വകുപ്പ് പറയും 60% നിങ്ങൾ ആദ്യം ചിലവാക്കുക, എന്നിട്ട് ബാക്കി 40 നമുക്ക് ആലോചിക്കാം. ഈ 60% തനത് ഫണ്ടിലും ചിലവാക്കാൻ കഴിയില്ലാത്ത പഞ്ചായത്തുകളാണ് കേരളത്തിൽ കൂടുതലും. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിൻ്റെ കീഴിൽ എൻ്റെ അറിവിൽ ഇന്നും 50-ലധികം പദ്ധതികളൊന്നും വന്നിട്ടില്ല. അതൊന്നും തന്നെ ആഭ്യന്തര ടൂറിസ്റ്റുകൾക്കോ വിദേശ ടൂറിസ്റ്റുകൾക്കോ ഉപയോഗപ്രദമായിട്ടുള്ളതുമല്ല. അപ്പോൾ ഇത്തരം ചില അബദ്ധജടിലമായി ഇപ്പം അത് പറയുകയാണെങ്കിൽ നമ്മൾക്കെല്ലാം ഫ്ലോപ്പാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിൽ സംഭവിച്ചത്. കാരവൻ ടൂറിസം ഞാൻ അതിലേക്ക് വരാനിരിക്കുന്നു. ഈ കാരവൻ ടൂറിസം എന്തായി? നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇഷ്ടംപോലെ സംരംഭകർ ഇതിലേക്ക് വരും, അവരവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇറക്കുന്നു, സഞ്ചാരികൾ വരുന്നു, കാണുന്നു, നമ്മളൊക്കെ എല്ലാവർക്കും രക്ഷപ്പെടുന്നു. എന്തായി അവസ്ഥ? അല്ല സാർ, ഒന്നാമത് കാരവൻ ടൂറിസം ഒരു പുതിയ ആശയമല്ല. അത് കേരളത്തിൻ്റെ ടൂറിസം ഉൽപ്പന്നവുമല്ല. ആയുർവേദ ടൂറിസം കേരളത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു, ടൂറിസം ഉൽപ്പന്നമായിരുന്നു. മൺസൂൺ ടൂറിസം കേരളത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു. നമുക്ക് നമ്മുടേതൊന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നായിരുന്നു. കാരവൻ ടൂറിസത്തിനും നമുക്കായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പ്രത്യേകിച്ചും കേരളത്തിനകത്ത് 100 കണക്കിന് അതിമനോഹരമായ റിസോർട്ടുകളുണ്ട്. അതെ, ഈ റിസോർട്ടുകൾ കൊടുക്കുന്ന ആംബിയൻസും എക്സ്പീരിയൻസും എന്ന് പറയുന്നത് ദിവ്യമായ അനുഭൂതിയാണ് കൊടുക്കുന്നത് ടൂറിസ്റ്റുകൾക്ക്, താമസിക്കുന്നവർക്ക്. അങ്ങനെ ഒരു സംവിധാനം ഉള്ളപ്പോൾ വൈ ഷുഡ് ഐ ഗോ ഫോർ എ കാരവൻ? അപ്പോൾ അതിനൊരു ടാർഗറ്റഡ് സെഗ്മെൻറ്റ് വളരെ കുറച്ച് പേരേ ഉള്ളൂ കാരവൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. അപ്പോൾ കാരവൻ ടൂറിസം ഈസ് നോട്ട് എ മേജർ ടൂറിസം പ്രോഡക്റ്റ് എന്നുള്ളത്, ആൻഡ് ഇറ്റ്സ് നോട്ട് ആൻ എക്സ്ക്ലൂസീവ് കേരള ടൂറിസം പ്രോഡക്റ്റ്. രണ്ടാമത് ഞാൻ പറയുക ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊഫഷണലിസം ഇല്ലായ്മയാണ്. കാരണം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നും നമ്മുടെ വലിയ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് പോലെയോ ഒരു സാധാരണ ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷെ അങ്ങനെ പോരാ. ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫഷണൽ ലെവലിലേക്ക് വരാനുള്ള കാലം കഴിഞ്ഞു. നിങ്ങൾ ഏതെല്ലാം മേഖലകളിൽ എൻജിനീയേഴ്സിനെ എടുക്കുന്നു, അവർക്ക് നിങ്ങൾ ക്വാളിഫിക്കേഷൻ വെച്ചുള്ളത് എന്താണ്? ബിടെക് അല്ലേ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയല്ലേ വച്ചിട്ടുള്ളത്? ടൂറിസത്തിലേക്ക് വരുന്നവർക്ക് എന്തുകൊണ്ട് ടൂറിസം ക്വാളിഫിക്കേഷൻ വെച്ചുകൂടാ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് ഉണ്ട്. കേരളത്തിലെ എത്രയോ യൂണിവേഴ്സിറ്റികളിൽ MTA മാസ്റ്റർ ഓഫ് ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, BA ഉണ്ട്, BCom ടൂറിസം ഉണ്ട്, ഡിഗ്രി BB ഉണ്ട്, എന്താണ് ബാച്ചുലർ ഓഫ് ബിസിനസ് BBA ടൂറിസം അല്ലേ, MBA ടൂറിസം. എത്രമാത്രം കോഴ്സുകളുണ്ട്. ഇത് പഠിച്ചിരുന്ന പിള്ളേർക്ക് പിന്നെ എവിടെയാണ് ജോലി? നിങ്ങൾക്ക് എന്തുകൊണ്ട് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രക്ചർ മാറ്റിക്കൂടാ? വേറൊരു ദുരവസ്ഥയോടെ ഞാൻ പറയാം. ടൂറിസം ഡയറക്ടർ പണികൾ എന്തൊക്കെയാണെന്നറിയാമോ? കേൾക്കട്ടെ. പണ്ടൊക്കെ തമാശയ്ക്ക് പറയും, മന്ത്രി എന്നോട് വിളിച്ച് പറയും എൻ്റെ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്, AC വർക്ക് ചെയ്യുന്നില്ല, വീട്ടിൽ AC ഇപ്പം റെഡിയാക്കണം എന്ന് പറയും. ഇപ്പോഴും ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ് ഹോസ്പിറ്റാലിറ്റി വരുന്നത്. ഹോസ്പിറ്റാലിറ്റി എന്ന് വെച്ചാൽ മന്ദിരങ്ങളുടെ ചുമതല, ഗസ്റ്റ് ഹൗസുകളുടെ പരിപാലനം, VIP-കളുടെ കാറുകൾ, വാഹനങ്ങൾ, ഈ 3 കാര്യങ്ങൾ ഇന്നും ടൂറിസം ഡയറക്ടറുടെ കീഴിലാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഇക്കോണമിയെ വികസിപ്പിക്കേണ്ട ഒരു വലിയ വകുപ്പാണ് ടൂറിസം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ടൂറിസത്തെക്കുറിച്ച് ആലോചിക്കാൻ. ഇന്ന് പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ കൂടിയും ഇതൊരു ബേർഡനാണ്. ഇത് ഈ ഹോസ്പിറ്റാലിറ്റി എടുത്ത് മാറ്റി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹോസ്പിറ്റാലിറ്റിയെ ആക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും ഇപ്പോൾ ആർക്കും ജോലി നഷ്ടപ്പെടില്ല, എല്ലാവർക്കും കൂടുതൽ പ്രൊമോഷൻ കിട്ടുള്ളൂ. പക്ഷേ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒരു കമ്മീഷനെ വെച്ചിട്ട് മനസ്സിലാക്കിച്ചിട്ട് ജീവനക്കാരെ മനസ്സിലാക്കി നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല, നിങ്ങൾ കൂടുതൽ ഗുണങ്ങളെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഈ ടൂറിസം എന്ന് പറയുന്ന 2 മേഖലയുള്ളൂ, മാർക്കറ്റിംഗ് ആൻഡ് പ്ലാനിങ് ആൻഡ് മാർക്കറ്റിംഗ്.
പ്ലാനിങ് മീൻസ് നിങ്ങൾ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് പ്ലാനിങ്ങിൻ്റെ ജോലി. മാർക്കറ്റിങ്ങിൻ്റെ പ്രൊമോഷൻ എന്ന് പറഞ്ഞ ജോലി. ഈ രണ്ടും ചേർത്ത് നിങ്ങൾക്കൊരു ഡിപ്പാർട്ട്മെൻറ്റ് മതി, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം. ഈവൻ എൻ്റെ അഭിപ്രായത്തിൽ ഡയറക്ടറേറ്റ് ടൂറിസം മാത്രം മതി, തിരുവനന്തപുരത്ത് മാത്രം മതി ഈ സാധനം. വ്യക്തമായ ഒരു പ്ലാനിങ്ങിനുള്ള ഒരു ബോഡി ഉണ്ടാവണം എന്ന്. ഒരു ബോഡി. പക്ഷേ അപ്പം ടൂറിസം ഡയറക്ടർക്കും സെക്രട്ടറിക്കും ഇത്ര മൾട്ടി ടാസ്ക്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ദോഷങ്ങളുണ്ട്, അതൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ സംവിധാനം. അപ്പോൾ കാരവൻ ടൂറിസം നമ്മൾ പറഞ്ഞത്, കാരവൻ പരാജയപ്പെടാനുള്ള ഒരു കാരണം ഫോളോ അപ്പിൻ്റെ അഭാവമാണ്. ഇത് ഫോളോ അപ്പ് ചെയ്യാനാണ്. നിങ്ങളൊരു പദ്ധതി മന്ത്രി പ്രഖ്യാപിക്കുന്നു, കെ ഹോംസ് പ്രഖ്യാപിച്ചു, അതിലേക്ക് വരാം. മന്ത്രി കാരവൻ ടൂറിസം പ്രഖ്യാപിച്ചു, നമ്മൾ കുറച്ച് ബ്രോഷർ ഇറക്കി, ഞാനും കണ്ണൂർ കുറേ കാര്യങ്ങൾ ചെയ്തു. അതിനപ്പുറം കുറച്ച് ഇൻസെൻറ്റീവ്സ് സബ്സിഡി ആർക്കൊക്കെ കൊടുത്തു, 2-3 പേരൊക്കെ ചെയ്തു. പക്ഷേ അവർക്കൊന്നും പിന്നെ മാർക്കറ്റിംഗ് സപ്പോർട്ടില്ല. അവരും വളരെയധികം സങ്കടപ്പെട്ട് തന്നെയാണ് നമ്മളോടൊക്കെ സംസാരിച്ചത്. പിന്നെ മാർക്കറ്റിംഗ് സപ്പോർട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെൻറ്റിന് ഇപ്പോഴും മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് MD എന്ന് പറയുന്നൊരു സ്കീമുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന്. അതായത് അവർ ടൂറിസം സർവീസ് പ്രൊഡ്യൂസിന് കൊടുക്കുന്ന ഒരു ഫണ്ടിങ് ആണത്. വിദേശ മേളകളിൽ പങ്കെടുക്കാൻ വേണ്ടി കൊടുക്കുന്ന അതുപോലെ സഹായം. നമ്മൾ ഇന്ന് വരെ കേരള ടൂറിസം ഈ കോവിഡ് കാലത്ത് ഗൈഡ് മാർക്കം കണ്ട് കുറച്ച് പൈസ കൊടുത്തല്ലാതെ 5 പൈസ ടൂറിസം ഇൻഡസ്ട്രിയിലെ ഒരാളിന് പോലും സബ്സിഡി ആയിട്ട് ക്ലാസിഫിക്കേഷൻ സ്കീമുകൾക്ക് ചിലത് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഇലക്ട്രിസിറ്റി സബ്സിഡി, ഈ ഹോട്ടൽ സബ്സിഡി ആർക്കാണെന്നറിയാം കിട്ടുന്നത്? വലിയ വലിയ ആൾക്കാർക്കാണ്. കോടീശ്വരന്മാർ ഹോട്ടൽ നിർമ്മിക്കുമ്പോൾ നിർമ്മാണത്തിന് കൊടുക്കുന്ന സബ്സിഡി, അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. പകരം ഹോം സ്റ്റേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് പേരുണ്ട്. അവർ നിങ്ങൾക്ക് സഹായിച്ചൂടെ? അവർക്കൊരു മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുത്തൂടെ? നിങ്ങൾ ഈ റോഡ് ഷോ നടത്തുന്നു കേരളത്തിലെ, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും. അവിടെ ഒരു 10,000-13,000 രൂപ കൊടുത്താലാണ് നമുക്കൊരു ടേബിൾ സ്പേസ് ഇവിടെ നിന്നുള്ള ഒരാളിന് കിട്ടുക. നിങ്ങളൊരു 2,000 രൂപയ്ക്ക് ഒരു ഹോം സ്റ്റേക്കാരന് കൊടുക്കണം. അത് ലിമിറ്റഡ് നമ്പർ കൊടുത്താൽ മതി. കെ ഹോംസും ഹോം സ്റ്റേയും ഒരേ എക്കോസിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവം? അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു അറിവിനായിട്ട് എന്താണ് കെ ഹോംസ് എന്ന് പറഞ്ഞുകൊണ്ടും വേണമെങ്കിൽ ഇതിൽ നിന്ന് തുടങ്ങാം. അത് നമ്മൾ ഈ ഇത് പറഞ്ഞല്ലോ, ഏതാണ് ഒരു പഞ്ചായത്തിൽ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ പോലെയുള്ളതാണ്. ഓൾറെഡി കേരള ടൂറിസം വകുപ്പിൻ്റെ ഒരു സ്കീമാണ് ഹോം സ്റ്റേ ക്ലാസിഫിക്കേഷൻ. ഹോം സ്റ്റേ എന്ന് വെച്ചാൽ സാറിൻ്റെ വീട് ഹോം സ്റ്റേ ആക്കണമെങ്കിൽ താങ്കൾ അവിടെ താങ്കളുടെ ഫാമിലിയുമായിട്ട് താമസമായിരിക്കണം, കുടുംബവുമായിട്ട്. അത് ഹോസ്റ്റ് താമസം ഉണ്ടായിരിക്കണം, ആതിഥേയൻ താമസം ഉണ്ടായിരിക്കണം. എങ്കിലേ ഒരു വീടിനെ ഹോം സ്റ്റേ ആക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ പണ്ട് കാലത്ത് പഞ്ചായത്തിൻ്റെ NOC വേണമായിരുന്നു, അല്ലെങ്കിൽ ലോക്കൽ ബോഡിയുടെ. അത് വലിയൊരു പ്രശ്നമായിരുന്നു. പിന്നെ അതെടുത്ത് മാറ്റിയതോടുകൂടി ടൂറിസം വകുപ്പിൻ്റെ കയ്യിലായി. വലിയ പ്രശ്നമൊന്നുമില്ല, ആർക്കും ഹോം സ്റ്റേ ടൂറിസം വകുപ്പിന് മാത്രം അംഗീകാരം മതി ഹോം സ്റ്റേ. പക്ഷേ ഈ ഹോം സ്റ്റേക്ക് ഒരുത്തൻ അപ്ലൈ ചെയ്ത് അവൻ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ ടൂറിസം വകുപ്പ് മറന്നു. പിന്നെ അയാൾക്കൊന്നും ചെയ്തു കൊടുക്കുന്നില്ല. എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണ്ടേ? ഒരു ഹോം സ്റ്റേ, ഞാൻ വെറും ഒരു എന്താണ്, ഗൃഹനായകനാണ്. ഞാൻ എൻ്റെ വീട്ടിൽ 2 മുറി ഹോം സ്റ്റേക്ക് മാറ്റി വയ്ക്കുമ്പോൾ നീ ഇങ്ങനെ മാർക്കറ്റ് ചെയ്യും, ഞാൻ നിനക്ക് ഈ മാർക്കറ്റിംഗ് സഹായം തരാം എന്ന് പറയാനുള്ള ബാധ്യത ടൂറിസം വകുപ്പിനില്ലേ? എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടത്? മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ഒന്നും ചെയ്യുന്നില്ല. ആകെ ചെയ്യുന്നത് കേരള ടൂറിസത്തിൻ്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. പക്ഷേ അത് വലിയ നേട്ടമാണ്, അല്ലെന്ന് വിസിബിലിറ്റിയാണ്. ശരി, ഒന്ന് സെർച്ചബിൾ ആണ് വലിയ. കാരണം 80 ലക്ഷത്തോളം ട്രാഫിക്കുള്ള ഒരു വെബ്സൈറ്റാണ് kerala-tourism.org എന്ന് പറയുന്നത്. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്യപ്പെടും. പക്ഷേ അതിലുപരി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊന്ന്. രണ്ടാമത്, ഇപ്പം എനിക്ക് എൻ്റെ വീട് ഞാൻ വേറൊരാളിന് ലീസിന് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ വേറൊരാളുടെ വീട് ലീസിന് എടുത്തു. അപ്പോൾ അവിടെ ഞാൻ താമസമില്ല, കുടുംബമായിട്ടോ ഞാനോ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ താമസമില്ലാത്തടത്ത് അക്കോമഡേഷൻ സംവിധാനം ഒരുക്കാൻ വേണ്ടി ടൂറിസം വകുപ്പ് കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് സർവീസ്ഡ് വില്ല. നമ്മൾ സർവീസ്ഡ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും പോലെ സർവീസ്ഡ് വില്ല. ഈ ഹോം സ്റ്റേയും സർവീസ്ഡ് വില്ലയും തമ്മിലുള്ള വ്യത്യാസം, ഹോം സ്റ്റേയിൽ ആതിഥേയൻ താമസിക്കണം, സർവീസ്ഡ് വില്ലയിൽ ആതിഥേയൻ താമസിക്കേണ്ട എന്നുള്ളതാണ്. അതാണ് ഏക വ്യത്യാസം, അതാണ്. പക്ഷേ വലിയ ഗുലുമാലെന്ന് വെച്ചാൽ സർവീസ്ഡ് വില്ലയുടെ അംഗീകാരം ടൂറിസം വകുപ്പിൽ നിന്ന് കിട്ടണമെങ്കിൽ ആദ്യം ലോക്കൽ ബോഡിയുടെ ലൈസൻസ് കിട്ടണം. ഇതിനെന്താ ഞാൻ പറയട്ടെ, ഇവിടെ പഞ്ചായത്തിന് എന്താണ് റോൾ എന്നുള്ളൊരു ചോദ്യം ഇനി വരാനുണ്ട്. അതെ, അല്ല ഞാൻ ചോദിച്ചു സാർ, ഈ പഞ്ചായത്തിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ലൈസൻസ് ഒരുത്തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തിനാണ് ടൂറിസം വകുപ്പിൻ്റെ അംഗീകാരം എടുക്കേണ്ടത്? ചോദ്യമില്ലേ? ആകെ കിട്ടുന്ന ഗുണം ഈ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. പിന്നെ ഓതൻറ്റിസിറ്റി, അതൊരു വലിയ കാര്യമാണ്. ടൂറിസം വകുപ്പിൻ്റെ അംഗീകാരം എന്ന് പറയുമ്പോഴേ അതിന് വിലയുള്ളൂ. പഞ്ചായത്തിന് അംഗീകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിയിൽ പോയി ടൂറിസ്റ്റുകളെ സമീപിക്കാൻ പറ്റില്ല. അതൊരു വില തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 സംവിധാനങ്ങൾ ഓൾറെഡി ഉണ്ട്, ഹോം സ്റ്റേയും സർവീസ് വില്ലയും. ഇതിരിക്കുമ്പോൾ പിന്നെ എന്തിനാണ് ഒരു കെ ഹോംസ് എന്ന് പറയുന്നത്? എന്ത് തന്നെയാണ്? സർവീസ്ഡ് വില്ല തന്നെയാണ്. അപ്പോൾ ഈ സർവീസ്ഡ് വില്ല എന്നുള്ള ഈ ക്ലാസിഫിക്കേഷനിലേക്ക് അവരെ കൊണ്ടുവന്നാൽ പോരെയോ? ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി, കേരളത്തിനകത്ത് മൊത്തം ഏകദേശം 35 ലക്ഷത്തോളം അടഞ്ഞു കിടക്കുന്ന വീടുകളുണ്ട്. 35 ലക്ഷത്തോളം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇത് കൂടുതലും ഗൾഫിലും, അല്ലെങ്കിൽ ഗൾഫിലല്ല, യൂറോപ്പിലും അങ്ങനെയൊക്കെ താമസിക്കുന്ന ആൾക്കാരാണ്, അവർ വിട്ടുപോയവരാണ്. ഈ വീടുകളെ കൺവേർട്ട് ചെയ്യാനാണ് ഈ കെ ഹോംസ് പദ്ധതി കൊണ്ടുവന്നത്. ഇന്നു വരെ എൻ്റെ അറിവിൽ ഒരു ഫയൽ ചലിച്ചിട്ടില്ല ഇതിന്.
അതായത് ഒരു പുതിയ പേര് കൊണ്ടുവരിക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പിന്നീടൊന്നും ഒന്നും ഞാൻ നടക്കാതെ പറഞ്ഞ് അതിനുള്ള ഫോളോ അപ്പ് സിസ്റ്റം. ഇപ്പോൾ മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഭരണ സംവിധാനത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം പറയേണ്ടത് എന്തിനെന്നറിയാമോ? ഈ ഒരു ഫോളോ സംവിധാനം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുക്കാത്തതിനാണ്. അവിടെ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ടൂറിസം വകുപ്പിൽ കൊണ്ടുവരാത്തതിൻ്റെ കുഴപ്പമാണത്. ഈ പഞ്ചായത്തുകൾക്ക് എല്ലാവിധ രജിസ്ട്രേഷൻ അധികാരങ്ങളും കൊടുക്കും, അല്ലെങ്കിൽ റിസോർട്ട് തുടങ്ങണമെങ്കിൽ പഞ്ചായത്തിൻ്റെ അനുമതി വേണം. ഇത് എങ്ങനെയാണ് ഇൻഡസ്ട്രി അത് ഫേവറബിൾ ആയിട്ടാണോ നിൽക്കുന്നത്? എന്താണ് ഒരു അവസ്ഥ? അഗെയിൻ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതായത് ഒരു റിസോർട്ടിന് ലൈസൻസ് കൊടുക്കുന്ന ആരാണ്? പഞ്ചായത്ത്. നമ്മൾ വിചാരിക്കേണ്ടത് ടൂറിസം എന്നൊക്കെയാണ്, പക്ഷേ ടൂറിസത്തിന് ഒരു റോളും ഇല്ല. റിസോർട്ടുകൾക്കോ ഹോട്ടലുകൾക്കോ ലൈസൻസ് കൊടുക്കുന്നതിലോ അപ്രൂവ് കൊടുക്കുന്ന ടൂറിസം വകുപ്പിന് ഒരു റോളും ഇല്ല. ആകെയുള്ളത് നമ്മുടെ 5 സ്റ്റാർ ക്ലാസിഫിക്കേഷനാണ്. ടൂറിസം വകുപ്പിൻ്റെ കേന്ദ്ര ടൂറിസം വകുപ്പാണ്, കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് സ്റ്റാർ ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. അതല്ലാതെ ഒരു ടൂറിസം ഒരു ഹോട്ടലിനോ റിസോർട്ടിനോ അംഗീകാരം, നമ്മൾ ഹൗസ് ബോട്ടിലേക്ക് വരാം, അതും നിൽക്കട്ടെ, അത് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്പോൾ റിസോർട്ടിനും ഹോട്ടലിനും ലൈസൻസ് കൊടുക്കേണ്ട പഞ്ചായത്ത് ഞാൻ സമ്മതിക്കാം. പക്ഷേ അവർക്ക് അതൊരു ടൂറിസം പ്രോഡക്റ്റ് കൂടെയല്ലേ അത് റിസോർട്ട്. ആ റിസോർട്ടിലെ റൂം എങ്ങനെയായിരിക്കണം? അപ്പോൾ നമ്മൾ ഹോം സ്റ്റേക്ക് പോലും നമ്മൾ പറയുന്നത് 120 സ്ക്വയർ ഫീറ്റ് മുറിയുടെ വലിപ്പം വേണം, 20 സ്ക്വയർ ഫീറ്റ് ബാത്റൂം വേണം, അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു മുറിയെങ്കിലും ഉണ്ടായിരിക്കണം, മാട്രസിന് ഇത്ര തിക്നെസ് വേണം, ബെഡിന് ഇത്ര നീളം വേണം, അവിടെ ക്രോക്കറിയും കട്ട്ലറിയും ഇങ്ങനെയായിരിക്കണം. വലിയ നിഷ്കർഷിച്ചിരിക്കുന്നത്. ഹോം സ്റ്റേയുടെ വിഭാഗങ്ങൾ കാറ്റഗറൈസേഷന് വേണ്ടി അതോ ഹോം സ്റ്റേ അംഗീകാരം കിട്ടാൻ വേണ്ടി ക്ലാസിഫിക്കേഷൻ. ഹോം സ്റ്റേക്ക് സിൽവർ, ഗോൾഡ്, ഡയമണ്ട് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 3നും നമ്മൾ സ്റ്റാർ പോലെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ടൂറിസം വകുപ്പ് കൃത്യമായ ക്രൈറ്റീരിയ, മാനദണ്ഡം വെച്ചിട്ടുണ്ട് കിട്ടാൻ വേണ്ടി. ഈ പഞ്ചായത്തുകൾ ആകെ നോക്കുന്നത് ബിൽഡിംഗ് റൂൾസ് മാത്രമാണ്. അതിനെ ഒരു ടൂറിസം പ്രോഡക്റ്റിൽ അവർ കാണുന്നില്ല. ആ ബെഡിന് എത്ര വലിപ്പം വേണമെന്നോ, അല്ലെങ്കിൽ റൂമിൽ ഇത്ര സൗകര്യങ്ങൾ വേണമെന്നോ, അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ ഷാമ്പു വയ്ക്കണമെന്നോ, കണ്ടീഷണർ വയ്ക്കണമെന്നോ, കോമ്പു വയ്ക്കണമെന്നോ, ഷേവിംഗ് കിറ്റ്, അവരൊന്നും പറയുന്നില്ല. അപ്പോൾ ആസ് എ ടൂറിസം പ്രോഡക്റ്റ് അവരതിലൊന്നും നോക്കുന്നില്ല. അവരാകെ നോക്കുന്ന ബിൽഡിംഗ് റൂൾസ് പാലിക്കുക. അപ്പോൾ ഒരു ഓൺട്രപ്രണർക്ക് എങ്ങനെ അറിയാം? അയാൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ള നിർവാഹമുള്ളൂ. അവിടെ ടൂറിസം വകുപ്പും അവിടെ ഒരു റോൾ. അതുകൊണ്ടാണ് ഒരുപക്ഷെ അനധികൃത കൺസ്ട്രക്ഷൻസ് പോലും നമ്മുടെ വയനാട് പോലുള്ള ഭാഗങ്ങളിൽ വരുന്നത്. ടൂറിസം വകുപ്പിന് ഇതിനകത്ത് റോള് വേണമെന്ന് ഞാൻ പറയുന്നത്. നിങ്ങളൊരു റിസോർട്ടിനൊരു പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുമ്പോൾ ആദ്യം പറയേണ്ടത് ടൂറിസം വകുപ്പിന് NOC വാങ്ങിച്ചുകൊണ്ട് പോവാം, നിങ്ങളുടെ പ്ലാൻ കാണിച്ചിട്ട് ഇതൊരു ടൂറിസം പ്രോഡക്റ്റാണ് എന്ന് ടൂറിസം വകുപ്പ് അംഗീകരിക്കട്ടെ, ബാക്കി ഞങ്ങൾ ബിൽഡിംഗ് റൂൾ നോക്കിയിട്ട് ഞങ്ങൾ പറഞ്ഞുതരാം എന്ന് പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട്. ഇത് തന്നെ ഹൗസ് ബോട്ടിൻ്റെ കാര്യത്തിൽ സർ, ഹൗസ് ബോട്ടിന് കൊടുക്കുന്ന ലൈസൻസ് കൊടുക്കുന്ന ആരാ? പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം സാങ്കേതിക അവർക്കേ അറിയാവൂ, ശരിയാണ്. പക്ഷേ അതിലെ ടൂറിസം വാല്യൂ ആരാ നോക്കേണ്ടത്? അതാരും നോക്കുന്നില്ല. അവർ പോർട്ട് പറയുന്നില്ല നിങ്ങൾ റൂം ഇങ്ങനെ ആയിരിക്കണമെന്നോ, നിങ്ങളുടെ റൂമിൽ ഇത്ര സൗകര്യങ്ങൾ വേണമെന്നോ, നിങ്ങൾ വെള്ളം പിന്നെ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് ഇങ്ങനെ ആയിരിക്കണം, നിങ്ങളുടെ ഒന്നും അവർ പറയുന്നില്ല. അവിടെയും വേണ്ടേ അത് ടൂറിസം വകുപ്പിന് ഇൻ്റർവെൻഷൻ വേണ്ടേ? ഈ ഹൗസ് ബോട്ടിലേക്ക് വന്നുകൊണ്ട് പെട്ടെന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ നമ്മൾ പള്ളാത്തുരുത്തി പാലം കൂടെ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ കാണാം, താഴത്തെ പുഴയിൽ ഇങ്ങനെ അട്ടികണക്കിനാണ് ഹൗസ് ബോട്ടുകൾ. ലൈസൻസ് ഇല്ലാത്ത ഒരുപാടുണ്ട്. സത്യത്തിൽ എന്താണ് അവസ്ഥ? ഇവരൊക്കെ പ്രോഫിറ്റബിൾ ആണോ നിലവിൽ? അല്ല, പലരും അല്ല. പിന്നെ ഒരുപാട് ചീറ്റിംഗ് ഉണ്ട്. നമ്മൾ എത്രയോ കത്തുന്ന വാർത്തകൾ വായിക്കുന്നു. അതെ, വളരെ ദയനീയമെന്ന് വെച്ചാൽ വളരെ ചുരുക്കം കേസുകളായിരിക്കാം ഞാൻ കേട്ടിട്ടുണ്ട്. അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട് കായലിലെ വെള്ളം പോലും ഉപയോഗിക്കുന്നുണ്ട് കുക്കിങ്ങിന്. ഇപ്പോഴും വളരെ കുറച്ച് പേരെ ഉള്ളൂ അങ്ങനെ ഈ പ്രോപ്പറായിട്ട് ലൈസൻസ് ഒന്നും ഇല്ലാത്തവരായിരിക്കണം അത്. പക്ഷേ 600-700 ഹൗസ് ബോട്ടുകൾ ഇപ്പോഴും ലൈസൻസ് ഇല്ലാതെ വെളിനാട് കായലിൽ ഓടുന്നുണ്ട്. അവർക്ക് സ്ട്രോങ് സപ്പോർട്ടാണ്, പൊളിറ്റിക്കൽ സപ്പോർട്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി വരെ എൻ്റെ അറിവിൽ 2-3 മീറ്റിംഗ് വിളിച്ച് ശക്തമായ നിർദ്ദേശം കൊടുത്തിട്ട് പോലും ഒരു മാറ്റവും വന്നിട്ടില്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ വേമ്പനാട് കായൽ ഉണ്ടാവില്ല, ഹൗസ് ബോട്ടും ഉണ്ടാവില്ല. നമ്മൾ ട്രാഫിക് ബ്ലോക്ക് പോലെയാണ്. വേമ്പനാട് കായലിൽ ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കാണ്. പക്ഷേ വളരെ സങ്കടം തോന്നി. ഇതൊരു ലെഷറിന് വേണ്ടി വരുന്ന ഒരു സ്ഥലം പോലെ തോന്നുന്നില്ല, ഇതാണ്ട് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ്. പിന്നെ കേരളത്തിൻ്റെ കെട്ടുവെള്ളത്തിൻ്റെ സങ്കല്പം എന്നൊക്കെ മാറിക്കഴിഞ്ഞു. ഇപ്പോഴും ഹൗസ് ബോട്ട് പോലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺക്രീറ്റ് സൗധങ്ങൾ പോലെയുള്ള വേറൊരു ലെവലുള്ള ഹൗസ് ബോട്ടുകളൊക്കെ വന്നു കഴിഞ്ഞു. നമുക്കൊരു സ്പിരിച്വാലിറ്റിയുടെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു പ്രദേശമാണ് നമ്മുടേത്. ഇപ്പോൾ ഈ ഉത്തർപ്രദേശിനെ പോലുള്ളവർ അയോധ്യ എങ്ങനെയാണോ മാർക്കറ്റ് ചെയ്തത്, അത് ഗംഭീരമായ ഒരു ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ അവിടുത്തെ വരുമാന കണക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഒരു സ്പിരിച്വൽ ടൂറിസം അത്രയധികം ക്ലച്ച് പിടിക്കാണ്ടായി പോയത് നമ്മുടെ കേരളത്തിൽ? അല്ല, അതിനകത്ത് ഈ സ്പിരിച്വൽ ടൂറിസം നമ്മുടെ 2 പ്രധാനപ്പെട്ട സ്പിരിച്വൽ കേന്ദ്രങ്ങളെന്ന് പറഞ്ഞ ഏതൊക്കെയാണ്? ഗുരുവായൂരും ശബരിമല. ടൂറിസം അടിസ്ഥാനപരമായിട്ട് താമസ സൗകര്യത്തിലാണ് നിലകൊള്ളുന്നത്.
അക്കോമഡേഷൻ സെക്ടർ ഇല്ലാതെ ടൂറിസം ഇല്ല. ശബരിമലയിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു അക്കോമഡേഷൻ സംവിധാനം ഒരുക്കാൻ കഴിയില്ല. അവിടെ വരുന്ന പിൽഗ്രിം ടൂറിസ്റ്റ് ആണല്ലോ നമ്മൾ വിളിക്കുന്നത്, തീർത്ഥാടക ടൂറിസ്റ്റുകൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ശബരിമലയെ നമുക്ക് ആ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, എനിക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ നമുക്ക് മല കയറി തിരിച്ചിറങ്ങുമ്പോൾ പമ്പയിൽ വന്നിട്ട് മാല ഊരാം അല്ലേ? അത് കഴിഞ്ഞാൽ അവർ സഞ്ചാരികളായി മാറാം. അത് കഴിഞ്ഞ് അവരെ സഞ്ചാരികളാക്കി മാറ്റണം നമ്മൾ. അത് കഴിഞ്ഞ് അവരെ സഞ്ചാരികളാക്കി മാറ്റണം നമുക്ക്. മാറ്റിയിട്ട് അവർക്ക് വേണ്ടി പ്രത്യേക പാക്കേജുകൾ കൊടുക്കണം. അവർക്കുള്ള അക്കോമഡേഷൻ സൗകര്യങ്ങൾ നിങ്ങൾ നിലയ്ക്കൽ വിട്ട് വേറെ എവിടെയെങ്കിലും നിങ്ങൾ കുറേ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. നല്ല സൗകര്യങ്ങൾ, ഇടത്താവളങ്ങൾ അവർക്ക് തിരിച്ചു പോകുന്ന വഴിക്ക്. അത് ശബരിമലയ്ക്ക് വരുന്ന ആ ഒരു പിൽഗ്രിമിനേജിനെ തടസ്സപ്പെടുത്താതെ, ആത്മീയതയെ തടസ്സപ്പെടുത്താതെ തിരിച്ചു പോകുമ്പോൾ മാല ഊരിയതിന് ശേഷം അവരെ നമുക്ക് ടൂറിസ്റ്റിലാക്കി മാറ്റാൻ പറ്റുമോ? ഈ ഒരു ചിന്തയിലേക്ക് നമ്മൾ പോകണം. അത് ഞാൻ പറഞ്ഞു, ആ ഒരു ചിന്തയിലേക്ക് പോവുക. പിന്നെ ഗുരുവായൂർ. ഈ ഗുരുവായൂരിലും നമ്മൾ പറയുമ്പോഴും എത്രത്തോളം നല്ല അക്കോമഡേഷൻ യൂണിറ്റുകളുണ്ട്. കുറേ ഹോട്ടലുകളുണ്ടെന്നുള്ളതല്ലാതെ ഗുരുവായൂരിന് ചുറ്റും സാറ്റലൈറ്റ് ടൂറിസം സെൻറ്റേഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? അവിടെയൊക്കെ നല്ല റിസോർട്ടുകൾ വരുത്താൻ പറ്റുമോ? 5 സ്റ്റാർ ഹോട്ടൽസ് പറ്റുമോ? ക്വാളിറ്റി അക്കോമഡേഷൻ പറ്റുമോ? ഇതൊന്നും ഇപ്പോഴും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വെറുതെ ഈ ഡേ വിസിറ്റേഴ്സ് മാതിരി വന്നു പോകുന്ന പിൽഗ്രിം ടൂറിസ്റ്റുകളെ കൊണ്ട് നമുക്ക് ഭാരമല്ലാതെ. മാത്രമല്ല, നമ്മുടെ ഈ ആഭ്യന്തര ടൂറിസ്റ്റുകൾ കണക്കിൽ ശബരിമല വരുന്നില്ല കേട്ടോ. ഗുരുവായൂർ വരുന്നുണ്ട്. കാരണം നമ്മൾ കണക്കെടുക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? നമ്മൾ ടൂറിസ്റ്റ് അറൈവൽസ് എടുക്കുന്ന അതൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വിങ് ടൂറിസം വകുപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അവർ എംപ്ലോയ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഈ ഉദ്യോഗസ്ഥർ നേരിട്ടും ഓൺലൈനായിട്ടും ഈ ഹോട്ടലുകളിൽ നിന്ന് ഇത് ശേഖരിക്കുന്നുണ്ട് ഡീറ്റെയിൽസ്. ശരി ശരി. ഇപ്പം ഞാൻ തേക്കടി പോയി ഒരു നൈറ്റ് താമസിച്ചു. ഞാൻ മലയാളിയാണെങ്കിലും ഓട്ടോമാറ്റിക്കലി ഞാനൊരു ടൂറിസ്റ്റാണ്. എൻ്റെ ഡീറ്റെയിൽസ് ഡേറ്റയിലേക്ക് വരും. തേക്കടിയിൽ നിന്ന് ഞാൻ അടുത്ത ദിവസം മൂന്നാറിലേക്ക് പോയാൽ ഞാൻ വേറൊരു ടൂറിസ്റ്റാണ്, രണ്ടാമത്തെ ടൂറിസ്റ്റായി ഞാൻ തന്നെ ആണ്. അത് ബൈ ഡെഫിനേഷൻ അങ്ങനെയാണ്, അതിൽ തെറ്റൊന്നുമില്ല, മാറുന്നു. അപ്പോൾ ഇത് കളക്ട് ചെയ്യുന്നൊരു കറക്റ്റ് പ്രോസസ്സാണ്. സത്യത്തിൽ ഈ ടൂറിസ്റ്റ് അറൈവൽസിൻ്റെ അതിൽ പണ്ട് മാനിപ്പുലേഷൻ ഉണ്ടായിരുന്നു, എൻ്റെ അറിവിലുണ്ടായിരുന്നു. കാരണം ഓരോ വർഷവും ടൂറിസ്റ്റ് അറൈവൽസ് ഇൻക്രീസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു കാലത്ത് മാനിപ്പുലേഷൻ നടത്തിയിരുന്നു. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ബാലകിരൺ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥരിക്കുമ്പോൾ അദ്ദേഹം കർശനമായ നിർദ്ദേശങ്ങളാണ് കേട്ടിട്ടുള്ളത്. അതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് മാത്രം. ചില സന്ദർഭങ്ങളിലെങ്കിലും, എപ്പോഴൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹം കൊടുത്തു, നമുക്ക് മാനിപ്പുലേഷൻ വേണ്ട. പക്ഷെ അതിനുശേഷം ഇതുവരെയും മാനിപ്പുലേഷൻ ഇല്ലാത്ത ഡേറ്റയാണ് വരുന്നതെന്നാണ് വിശ്വാസം, എനിക്ക് തോന്നുന്നത്. അപ്പം അതൊരു കറക്റ്റ് ഒരു പ്രോസസ്സാണ്, ഒരു സയൻറ്റിഫിക് പ്രോസസ്സ് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഡേറ്റയിൽ വലിയ തെറ്റ് വരാൻ സാധ്യതയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആഭ്യന്തര ടൂറിസ്റ്റുകളുടെ കാര്യത്തിൽ മലയാളികൾ വരും എന്നുള്ളതും ഈ റെപ്പറ്റീഷൻ അത് ബൈ ഡെഫിനേഷൻ ഉള്ള റെപ്പറ്റീഷനാണ്, അങ്ങനെയൊക്കെ വരുന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് പദ്ധതികളുണ്ട്. തിരുവനന്തപുരത്താണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ളതുകൊണ്ട് വിഴിഞ്ഞം ഒരു ഉദാഹരണത്തിനുണ്ട് എടുക്കാം. വലിയ ഷിപ്പുകൾ ഇവിടെ വരും എന്നൊക്കെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും അതൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന രീതിയിൽ മാത്രം പ്രവർത്തിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് ഒരു ക്രൂസ് ടെർമിനൽ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. അത് നടക്കുമെന്നൊക്കെ തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇപ്പോൾ ക്രൂയിസ് ടൂറിസത്തിന് യൂറോപ്പിൽ എന്തോ നിയന്ത്രണം വന്നിരിക്കുകയാണ്. ഞാനത് വ്യക്തമായിട്ട് വായിച്ചില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് എവിടെയോ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ക്രൂസ് ടൂറിസത്തിന് യൂറോപ്പിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നു. അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സാണ് അവർ കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ അത് നമ്മളെ ബാധിക്കും. അത് ഈ പറഞ്ഞത് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ പോലും അത് ബാധിക്കും. പക്ഷേ ക്രൂസ് ടൂറിസം നമ്മളെ സംബന്ധിച്ച് ഒരു വലിയൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടോ അതില്ലാത്തതുകൊണ്ട് ഇവിടെ ടൂറിസം വളരുന്നില്ല എന്ന് വിചാരിക്കേണ്ട. നമ്മൾ ഹെലി ടൂറിസം കൊണ്ടുവന്നു, ഈ സർക്കാർ ഹെലി ടൂറിസം നയം കൊണ്ടുവന്നു, പോളിസി കൊണ്ടുവന്നു. എന്തായി? എന്തെങ്കിലും ആയോ? നമ്മൾ കാരവൻ ടൂറിസം പറഞ്ഞല്ലോ, കാരവൻ ടൂറിസം, ഹെലി ടൂറിസം അത് പോയി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അത് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞതും നാശമായതും. ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറാനായിട്ട് ഏതെങ്കിലും ടൂറിസ്റ്റ് ഇവിടെ വരുമോ? വരുമ്പോൾ ചിലപ്പോഴും ഒന്നതിനകത്ത് കയറിയാലായി. ഗ്ലാസ് ബ്രിഡ്ജ് നമ്മൾ ചൈനയിൽ എവിടെയോ കണ്ടിട്ടാണ്, ഈ റീൽസിലൊക്കെ കണ്ടിട്ട് ഇവിടെയും ഗ്ലാസ് ബ്രിഡ്ജ് വന്നു. ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് പോകുന്ന ഏത് ടൂറിസ്റ്റാണ്? അതും പോയി. അപ്പോൾ കാരവൻ ടൂറിസം, ഒരു പഞ്ചായത്തിലെ ഡെസ്റ്റിനേഷൻ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ഗ്ലാസ് ബ്രിഡ്ജ്, ഹെലി ടൂറിസം നയം. ഇപ്പോൾ നമ്മൾ ക്രൂസ് ടൂറിസം നയം കഴിഞ്ഞ ദിവസം കണ്ട് പേപ്പറിൽ വാർത്ത കണ്ടു. ഇതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നമ്മുടേതായൊരു തനത് ടൂറിസം പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ശരി. കേരളത്തിൻ്റെതായൊരു ടൂറിസം പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? നമ്മൾ മൈസ് ടൂറിസം പറയും, മീറ്റിങ്സ്, ഇൻസെൻറ്റീവ്സ്, കോൺഫറൻസസ്, എക്സിബിഷൻസ്, അല്ലെങ്കിൽ കൺവെൻഷൻസ്, എക്സിബിഷൻസ് എന്ന് പറയുന്നത് നല്ലൊരു മേഖലയാണ് മൈസ് ടൂറിസം. മൈസ് ടൂറിസത്തിന് സർക്കാരൊന്നും ചെയ്തില്ല. സർക്കാർ വെബ്സൈറ്റിൽ എന്തൊക്കെ കൊടുത്തിട്ട്, കേരള ടൂറിസം കൊടുത്തിട്ട് അത് ആ വഴിക്ക് പോയി, ആരും ഫോളോ അപ്പ് ചെയ്തില്ല. പ്രൈവറ്റ് സെക്ടർ സ്വന്തമായിട്ട് അധ്വാനിക്കുന്നതുകൊണ്ട് കുറച്ച് മൈസ് ടൂറിസം നടന്നു പോകുന്നു. ഡെസ്റ്റിനേഷൻ വെഡിങ്,
നല്ലൊരു കോൺസെപ്റ്റായിരുന്നു. നമുക്കിപ്പോഴും സാധ്യതയുണ്ട്. സർക്കാർ എന്തുമാത്രം ഇപ്പോൾ ഒരു കോൺക്ലേവ് ഒക്കെ നടത്തിയിരുന്നു KTMൻ്റെ നേതൃത്വത്തിലൊക്കെ. നമ്മുടെ എഫർട്ട്സ് കുറവാണ്. നമ്മൾ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നില്ല, കൂടുതൽ എഫർട്ട് ഇടുന്നില്ല. ഞാൻ R&D നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് എന്നും ഏജൻസികൾ നമുക്ക് ആവശ്യമാണ്, ഏജൻസികൾ വേണം. പക്ഷെ നമുക്കൊരു R&D സ്വന്തമായിട്ടാണ്. അതിൽ പ്രൊഫഷണൽസ് വേണം, ഉദ്യോഗസ്ഥർ വേണം, സ്വകാര്യ മേഖലയിൽ നിന്നുള്ള എക്സ്പേർട്സ് വേണം, ഒക്കെ വേണം. അവരെ ചേർത്തിട്ട് നമുക്കൊരു R&D വെച്ചിട്ട് നമുക്കൊരു ടൂറിസം അഡ്വൈസറി ബോർഡ് ഉണ്ടെന്ന് അറിയാമോ? അങ്ങനെയൊക്കെ ഒരു ബോർഡുണ്ട്. സ്റ്റേറ്റ് ടൂറിസത്തിന് സ്റ്റേറ്റ് ടൂറിസം അഡ്വൈസറി ബോർഡുണ്ട്. ഞാനും ഇരുന്നപ്പോൾ ഞാനും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് ബോർഡിൻ്റെ ഘടനയിലേക്ക്. 25-30 അംഗങ്ങളിൽ നിന്ന് ഈ സർക്കാർ അത് 101 പേരെങ്ങാണ്ടാക്കി ജംബോ ടൂറിസം കമ്മിറ്റിയാക്കി. ഇതാകെ ചരിത്രത്തിൽ കൂടിയത് 1-2 തവണയാണ് കൂടിയത്. മാത്രമല്ല ഇത് ജംബോ ടൂറിസം കമ്മിറ്റിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സർക്കാർ ബുദ്ധിപൂർവ്വം വേറെ പണി ചെയ്തു. നമ്മൾ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ എന്ന് പറയും പോലെ ഉള്ളവരെ വെച്ചങ്ങ് ഒരു സംഭവം ഉണ്ടാക്കി. അതിനകത്ത് ഉദ്യോഗസ്ഥർ മാത്രം 3-4 പേര് അവർ കൂടിയാൽ മതി എന്നാക്കി. എന്തൊരു കഷ്ടമാണ്. നമുക്ക് സ്ട്രോങ് ഒരു അഡ്വൈസറി ബോർഡ് വേണം. ആ അഡ്വൈസറി കൃത്യമായ ഇടപെടലുകൾ കൂടണം. അവർ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ചുരൽമല വരുമ്പോഴും വെള്ളപ്പൊക്കം വരുമ്പോഴും മഹാമാരി വരുമ്പോഴും വിസ റെഗുലേഷൻസ് വരുമ്പോഴൊക്കെ ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് വഴി കണ്ടെത്തണം. അത് സർക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അവരെ കേൾക്കണം. എന്നും സ്വകാര്യ മേഖലയും പൊതുമേഖലയും നമ്മളെ സിനർജിയാണ് കേരള ടൂറിസം മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആ സിനർജി ഇപ്പോൾ ഏകദേശം നഷ്ടപ്പെട്ടിരിക്കുന്നുണ്ടെന്ന് പറയാം. ഇപ്പം നമ്മുടെ പുതിയ പ്രോഡക്റ്റുകളെ കുറിച്ച് സംസാരിച്ചു. നമുക്കിനി വളർന്നു വരുന്ന ഡെസ്റ്റിനേഷൻസ് എന്തൊക്കെയായിരിക്കും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം? ഞാൻ നോക്കിയിട്ട് കേരളത്തെ സംബന്ധിച്ച് ഡെസ്റ്റിനേഷനുകളല്ല ആവശ്യം. ഇനി നമുക്ക് എക്സ്പീരിയൻസ് ആണ് അടിയാണ് കൂടുതൽ. എക്സ്പീരിയൻസുകൾ നമ്മളതിനെ എക്സ്പീരിയൻഷ്യൽ ടൂറിസം എന്ന് വിളിക്കാം. എന്തൊക്കെ തരം എക്സ്പീരിയൻസ് പ്രോഡക്റ്റുകൾ കൊടുക്കാൻ പറ്റും? ഇപ്പം നമ്മളിപ്പോൾ ഇന്നും കേരളത്തിൽ RT വിങ് ഉണ്ട്. 17 വർഷമായി RTയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട്. 17-18 വർഷമായി. ഇതാദ്യം ജില്ലാതല ബോഡി തുടങ്ങിയിട്ട് പിന്നെ അത് RT മിഷനായിട്ട് മാറി. റെസ്പോൺസിബിൾ ടൂറിസം മിഷനായിട്ട് മാറിയത് 2017. 2023 അത് RT മിഷൻ സൊസൈറ്റി ആയിട്ട് മാറി. RT മിഷൻ സൊസൈറ്റിക്ക് CEO വന്നു. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ RT ഇങ്ങനെ പോവും, ടൂറിസം വകുപ്പ് ഇങ്ങനെ പോവും. ഞാൻ പറയുന്നത് ടൂറിസം വകുപ്പിൻ്റെ ഓരോ പ്രൊജക്റ്റിലും വേണ്ട ഒരു സംഗതിയാണ് RT. ടൂറിസം വകുപ്പ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് കൊണ്ടുവന്നാലും ഒരു മാർക്കറ്റിംഗ് കൊണ്ടുവന്നാലും അതിനകത്തെല്ലാം RTയുടെ എലിമെൻറ്റ്സ് ഇൻവോൾവ് ആയിരിക്കണം. അപ്പോൾ ടൂറിസത്തിൽ നിന്ന് വേറിട്ട ഒരു സംവിധാനമായിട്ട് മാറുന്നത് RT. ഒരു സമാന്തര ഇപ്പോൾ ടൂറിസം ഡയറക്ടറെക്കാളും വലിയ പ്രാമുഖ്യമാണ് RTക്ക് കിട്ടുന്നത്. ഞാനിത് ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞില്ല. എനിക്ക് വേണ്ടപ്പെട്ടവരതിനകത്തുണ്ട്. പേഴ്സണലി അറിയാവുന്നവരും വ്യക്തിപരമായിട്ട് അറിയാവുന്നവരും അവരുടെ എഫർട്ടുകൾ ഒരുപാട് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇല്ലെന്നല്ല, അവർ ഒരുപാട് എഫർട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു സമാന്തര സംവിധാനമായിട്ട് പോകുമ്പോൾ ശരിക്കും ടൂറിസത്തിൽ കിട്ടേണ്ട RT എലിമെൻറ്റ് കിട്ടുന്നില്ല. RTക്ക് പ്രത്യേകിച്ച് RT പ്രൊജക്റ്റുകളായിട്ട് പോകുന്നു. അങ്ങനെ ഒരിക്കലാവാൻ പാടില്ല. ദിസ് ഷുഡ് ബി എ വിങ് ഓഫ് ദ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. ടൂറിസം ഡയറക്ടറെ മുകളിൽ കൂടെ പറക്കേണ്ട പക്ഷിയല്ല RT എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമ്മൾ ചർച്ചയുടെ അല്ലെങ്കിൽ സംഭാഷണത്തിൻ്റെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് വരും. ചോദിക്കാതെ പറ്റത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടെ പറയാൻ അനുവദിക്കണം. നമ്മൾ ഈ കോവളത്തിൻ്റെ ഇടയ്ക്ക് എപ്പോഴും നമ്മൾ സംസാരിച്ചില്ലേ? അതെ. ഈ കോവളത്തിന് സ്റ്റാഗ്നേഷൻ വന്നു, കോവളം നശിച്ചു, വളരെ സത്യമാണ്. കോവളത്തിന് ഡെസ്റ്റിനേഷൻ നോക്കാൻ ആരുമില്ല. പൊട്ടിപ്പൊളിഞ്ഞ ടൈൽസ്, പാതകൾ അല്ലെങ്കിൽ ലൈറ്റ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് മേജർ ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ എന്തൊക്കെയുണ്ട്? കോവളം, കുമരകം, വയനാട്, തേക്കടി, മൂന്നാർ, ഒരു 6-7 ഡെസ്റ്റിനേഷൻ. നിങ്ങൾ കോവളത്ത് നിന്നൊരു പരാതി, ഒരു ടൈൽസ് പൊട്ടിപ്പൊളിഞ്ഞ പരാതി ആരോട് പറയും? ടൂറിസം ഡയറക്ടറെ വിളിച്ച് പറയുമോ? ടൂറിസം ഡയറക്ടറിലെ ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയുമോ? ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ എന്ന് പറയുന്ന ബോഡി വിളിച്ച് പറയുമോ? കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന KTILൻ്റെ MD ആരെ വിളിച്ച് പറയും? ആരെയും വിളിച്ച് പറയും. കാരണം ആർക്കും ഉത്തരവാദിത്വമില്ല. എല്ലാവരും കൂടെ മെഴുകുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ഡെസ്റ്റിനേഷൻ്റെ അപ്കീപ്പ് ആൻഡ് മെയിൻ്റനൻസ് ഒരു ഏജൻസിക്ക് കൊടുക്കും, സർക്കാർ ഏജൻസി. ഇത് നിങ്ങൾക്കാണ്. ഈ വർഷം നിങ്ങൾക്ക് 10 കോടി രൂപ തരും. കോവളത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ പരിഹരിക്കൂ എന്ന് പറഞ്ഞ് കൊടുത്തു നോക്കിയാലോ? KTIലുണ്ടെന്നേ, കേരള ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്. കുഴപ്പമില്ല, അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ അവഗണിച്ചിട്ടിരിക്കുന്ന സ്ഥാപനമാണ് KTDC, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെ നമ്മൾ അക്കോമഡേഷൻ സെക്ടറിലേക്ക് മാത്രമായിട്ട് ഇപ്പോൾ കാണുന്നത്. അവർക്ക് നല്ലൊരു എഞ്ചിനീയറിംഗ് വിങ് ഉണ്ട്. അതൊന്ന് വിപുലമാക്കിയിട്ട് അവർക്ക് കൊടുക്കും. ഒരു ഡെസ്റ്റിനേഷൻ പോലെ 1-2 ഡെസ്റ്റിനേഷൻ അവർക്ക് കൊടുക്കുക, ഫണ്ടും കൊടുക്കുക. അവർ ചെയ്യില്ലേ? അപ്പോൾ ഒരു ഡെസ്റ്റിനേഷൻ പരിപാലിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ഏജൻസി ഏൽപ്പിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രശ്നങ്ങൾ മൊത്തം, എൻ്റെ അഭിപ്രായത്തിൽ. എന്നാലും ഈ അടുത്ത കാലത്തായിട്ട് താങ്കളുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവസാനം ഒരു ടാഗ് ലൈൻ കാണും, പോസിറ്റിവിറ്റി നിറയട്ടെ. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്, പോസിറ്റിവിറ്റി നിറയണം എന്ന് തോന്നിയത്? അല്ല, അതിൽ സാർ എന്ന് വെച്ചാൽ അത് വേറൊരു മേഖലയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പറയാം.
എന്നെ ഇന്നിപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും, ഇന്ത്യ എന്നല്ല, വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ലേഡീസ് വിളിക്കുന്നുണ്ട്, പുരുഷന്മാർ വിളിക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രശ്നമായിട്ട് ഞാനൊരു കൗൺസിലറോ അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റോ ഒന്നുമല്ല. എനിക്ക് മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാൻ നടത്തുന്ന ഒരുപാട് ഗവേഷണങ്ങളുണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ 2 വർഷം UK-ലായിരുന്ന സമയത്താണ് ഞാൻ കൂടുതൽ എഴുതാൻ സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ ഒരുപാട് ഫേസ്ബുക്കിൽ എഴുതാൻ തുടങ്ങി. ജീവിത പ്രശ്നങ്ങൾ, പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, ഇപ്പം നാർസിസമൊക്കെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി ഈ അടുത്ത കാലത്താണ്. ഞാൻ എഴുതിയപ്പോൾ തന്നെ ആയിരക്കണക്കിന് പേരാണ് വന്ന് കമൻറ്റ് ചെയ്യുന്നത്. ഇതായിരുന്നു പ്രശ്നം, ഇതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷമായിട്ട്. ഒരു നാർസിസിൻ്റെ കൂടെ ജീവിക്കുകയെന്ന് വെച്ചാൽ ജീവിതം തൊലഞ്ഞു അവസാനം വരെ. പിന്നെ കുട്ടികളുടെ പ്രശ്നങ്ങളുണ്ട്, ചൈൽഡ്ഹുഡ് ട്രോമ. അപ്പോൾ ഇതൊക്കെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. മനുഷ്യർ അറിയേണ്ട കാര്യങ്ങൾ, ദാമ്പത്യത്തിലെ പ്രശ്നങ്ങൾ, സമൂഹത്തിൽ നടക്കുന്ന ട്രാവലിന് എഴുതുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ പ്രശ്നങ്ങൾ, സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് സെക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പോലും നമ്മളിങ്ങനെ മാറി. അപ്പോൾ സെക്സിനെ കൈകാര്യം ചെയ്താൽ പോലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് വൾഗറായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായ വശം എന്താണ്, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷേ അതൊക്കെ പറയുമ്പോൾ ഞാൻ എഴുതാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കൗൺസിലാണ് കാണേണ്ടത്. അത് കണ്ടിരിക്കണം. പക്ഷേ ഇന്ന കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക, ആധികാരമായിട്ട് പഠിക്കൂ. എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? നമുക്ക് എപ്പോഴുള്ള പ്രശ്നം, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ദാമ്പത്യത്തിലേക്ക് കടക്കുന്നു, ദാമ്പത്യത്തിൽ പഠിച്ചിട്ടാണോ നമ്മൾ ആരെങ്കിലും കടന്നിട്ടുള്ളത്? എത്ര പേര് ഇപ്പോഴത്തെ ജെൻസേഴ്സ് പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മില്ലനീഴ്സിലെ വിഭാഗം പഠിച്ചിട്ടുണ്ട്. ജനറേഷൻ എക്സിൽ പെട്ട എത്ര ആൾക്കാർ പഠിച്ചിട്ടുണ്ട്? ഞാൻ ജനറേഷൻ എക്സിലാണ്. എത്ര പേര് പഠിച്ചിട്ടുണ്ട്? നമ്മൾ കല്യാണം കഴിക്കുന്നു, കയറുന്നു. ലൈംഗികത എന്താണെന്നോ, നമ്മുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്താണെന്നോ, പിന്നെ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല. വന്നതിനെ നമ്മൾ അവിടെ വെച്ച് നേരിടുകയാണ്, അടിച്ച് പിടിച്ചും ഒരു സൊല്യൂഷൻ കണ്ടെത്തും. പാരൻറ്റിങ് അതുപോലെയാണ്. പാരൻറ്റിങ് നമ്മൾ പഠിക്കുന്നില്ല. ഒരു കുട്ടിയെ എങ്ങനെ വളർത്തണമെന്ന് ഗവേഷണം നടത്തി അനുഭവങ്ങളിൽ കൂടെ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ടെന്നേ. അപ്പോൾ ഇതിന് ആധികാരികമായിട്ട് പഠിക്കണം. ഓൺലൈൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണം? അപ്പോൾ ഞാൻ ക്ലീവ്ലാൻഡ് ക്ലിനിക്ക്, മയോ ക്ലിനിക്ക്, അല്ലെങ്കിൽ NIH US-ൻ്റെ, അല്ലെങ്കിൽ ലണ്ടൻ സ്കൂൾ ഓഫ് യൂണിവേഴ്സിറ്റി, ഞാൻ എവിടെയൊക്കെ സൈറ്റുകളടുത്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? ജനത്തിന് നമുക്ക് പ്രയോജനപ്രദമായ കാര്യം ജനത്തിന് കൊടുക്കാൻ കഴിയും. അങ്ങനെ എഴുതുമ്പോഴാണ് അങ്ങനെ ബി പോസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ കമാൻഡ്. നീ പോസിറ്റീവായി ഇരിക്കൂ എന്ന് പറയുന്നൊരു കമാൻഡാണ്. ഞാൻ അതല്ല പറയുന്നത്. ലെറ്റ് us ഫിൽ പോസിറ്റിവിറ്റി എവരിവെയർ. നിറയട്ടെ പോസിറ്റിവിറ്റി ചെയ്യുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പം ഞാൻ രാവിലെ സന്തോഷജാലകങ്ങളും പിന്നെ സ്നേഹവാതായനങ്ങളും തുറക്കാം, സുപ്രഭാതം തുടങ്ങുന്നു. ഈ പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന എത്രയോ പേരുണ്ട് രാവിലെ, ഇന്നെന്താ പോസ്റ്റ് വരാത്തെന്ന് ചോദിച്ചിട്ട്. അത് മനുഷ്യന് കൊടുക്കുന്ന ഒരു ഉണർവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ട്. പിന്നെ കഴിയുന്നതും രാഷ്ട്രീയവും മതമൊന്നും ഞാൻ ചർച്ച ചെയ്യാറില്ല, മതം ഒട്ടും ചർച്ച ചെയ്യാറില്ല. പക്ഷേ രാഷ്ട്രീയ ഈയിടെയായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറയണം. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് പട്ടി പിടുത്തതിൻ്റെ പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ പിന്നെ പട്ടികൾക്ക് ഷെൽട്ടർ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ എതിർപ്പ് വരുന്നു, അല്ലെങ്കിൽ കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റുകൾ വരുമ്പോൾ അതിനെതിരെ എതിർപ്പ് വരുന്നു. ഞാൻ UK ഇപ്പോൾ കണ്ടതാണ്. അവിടെ കൃത്യമായിട്ട് വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോവുകയാണ്, സെഗ്രിഗേറ്റ് ചെയ്ത്. അവൻ കൊണ്ടുപോയി നമുക്ക് കേരളത്തിൽ നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ മാത്രമേ നമുക്ക് പരിസ്ഥിതിയുള്ളൂ. ലോകത്തായിട്ട് പരിസ്ഥിതിയാണ് നമുക്ക് വിഷയം. കേരളത്തിലെ പരിസ്ഥിതി നമുക്ക് വിഷയമല്ല. നമുക്ക് ഇവിടെ മാലിന്യം കൂമ്പാരം കൂടട്ടെ, പക്ഷേ ലോക പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം. ഇവിടുത്തെ KSRTC ബസ് പൊല്യൂഷൻ വേണ്ട, അത്യാവശ്യം കുറച്ച് പുക തുപ്പിയാലും കുഴപ്പമില്ല. നമ്മൾ അതിനെ ഉപരോധിക്കില്ല. കാർബൺ എമിഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ വിമാനത്താവളം ഉപരോധിക്കില്ല. പക്ഷേ ഒരു കേന്ദ്രീകൃത മാലിന്യ പ്ലാന്റ് വന്നാൽ കാരണം നമ്മുടെ മുമ്പിലുള്ളത് വിളപ്പശാലയാണ്. അപ്പോൾ പഴുതുകൾ അടച്ചിട്ട് നമുക്ക് മാലിന്യ പ്ലാന്റുകൾ വേണം. നമുക്ക് പട്ടികൾക്ക് ABC കഴിഞ്ഞിട്ട് ഷെൽട്ടറുകൾ വേണം. ഇതിനെ ഒന്നും എതിർത്തിട്ടൊന്നും കാര്യമില്ല. ഇതിനെ എതിർക്കാൻ നിന്നാൽ അതിനെ നേരിടുക തന്നെ വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. നേരിട്ട് തന്നെ അതിന് മാറ്റം വരും. ഞാൻ ചോദിച്ചോട്ടെ, ഫ്ലാറ്റുകൾ ഇൻസിനറേറ്റർ ഇല്ലേ? ഇപ്പോൾ എൻ്റെ അറിവിലുണ്ടല്ലോ മിക്ക ഫ്ലാറ്റുകളിലും. പിന്നെ അവരെങ്ങനെയാണ് മാലിന്യം ചെയ്യുന്നത്? പല ഫ്ലാറ്റുകളിൽ ഇൻസിനറേറ്റർ ഉണ്ട്, വർക്ക് ചെയ്യുന്നില്ലേ? അപ്പോൾ KSRTC ഇങ്ങനെ പോകുന്നു, വിമാനങ്ങൾ ഇങ്ങനെ പോകുന്നു. അതെല്ലാം ആവാം. വികസിത രാജ്യങ്ങൾ അവരുടെ രാജ്യത്തെ എക്കോസിസ്റ്റം നോക്കിയിട്ട് ബാക്കി നോക്കുന്നുള്ളവർ. നമ്മൾ ഈ കൊച്ചു സംസ്ഥാനം, നമ്മൾ ആഗോള പരിസ്ഥിതി പറഞ്ഞിട്ട് നമ്മളിവിടെ മാലിന്യം കൊന്നുകൂടാ, ഇവിടെ കരിമ്പുക തുപ്പി വണ്ടികൾ ഓടിക്കോട്ടെ എന്നുള്ളൊരു നിലപാടാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ സോഷ്യൽ മീഡിയ കാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 35,000 ഫോളോവേഴ്സ് ഈ ഒരു കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷമാണ് അത്രയായത്. ചില പോസ്റ്റുകൾ 15 ലക്ഷം, 18 നമ്മളെ എല്ലാം ദീർഘമായ എഴുത്താണ് എഴുതുന്നത്, ചുരുക്കി എഴുത്തല്ല. അപ്പോൾ ആദ്യമൊക്കെ ആൾക്കാർ ചോദിക്കുമായിരുന്നു, ഇങ്ങനെ ദീർഘമായിട്ട് ഞങ്ങൾക്ക് വായിക്കാം. നിങ്ങൾ വായിക്കുന്നത് വായിച്ചാൽ മതി. ഗൗരവതരമായ എഴുത്തിനെ ഒരു പ്ലാറ്റ്ഫോമാക്കി FBയെ മാറ്റാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വായിക്കുന്നത്. അപ്പോൾ ഇന്നിട്ട പോസ്റ്റ് 1300 1400 ലൈക്ക് ആയി കഴിഞ്ഞു, 10,000-60,000 വ്യൂസ് ആയി കഴിഞ്ഞു. അപ്പോൾ അത്രയും പേര് വായിക്കുന്നുണ്ട്. അപ്പോൾ ജനത്തിന് ഗുണമുള്ള കാര്യം എവിടെ കിട്ടിയാലും
ഏത് രൂപത്തിൽ കിട്ടിയാലും ക്യാപ്സൂൾ തന്നെ വേണമെന്നൊന്നുമില്ല, അവർ സ്വീകരിക്കും എന്നുള്ളതാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഷ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഊള എല്ലാവരും, ഞാൻ ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കാറാണ്. കാരണം സോഷ്യൽ മീഡിയ നല്ല ഭാഷയും കൂടെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഇടമാണെന്നാണ് വിശ്വസിച്ച ആളാണ് ഞാൻ. അപ്പോൾ നമ്മൾ ആരെയെങ്കിലും വിമർശിച്ചാൽ പോലും മാന്യമായ വിമർശനം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ അശ്ലീലം അല്ലെങ്കിൽ സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അതൊക്കെ പൊതുവേ എനിക്ക് തോന്നുന്നു ഒരു ഇഷ്ടമാണ്. അപ്പോൾ ബി പോസിറ്റീവ് എന്നുള്ള കമാൻഡിലേക്ക് ഞാൻ പോയിട്ടില്ല, നിറയട്ടെ പോസിറ്റിവിറ്റി എമ്പാടും എന്ന് അപ്പം പറയാം. ആ ഒരു വാക്കോടുകൂടി തന്നെ നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും. നിറയട്ടെ പോസിറ്റിവിറ്റി എമ്പാടും. അത് കേരള ടൂറിസത്തെ സംബന്ധിച്ചാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും ഈ നഗരത്തെക്കുറിച്ചാണെങ്കിലും ഈ സംസ്ഥാനത്തെക്കുറിച്ചാണെങ്കിലും. അപ്പോൾ ഇതാണ് പ്രശാന്ത് വാസുദേവ് നമ്മളോടൊപ്പം പങ്കുവച്ചിട്ടുള്ള ആ വലിയ തിരിച്ചറിവും ഇത് തന്നെയാണ്. ഈ ഡി ഡി ടോക്സിൻ്റെ അധ്യായം എല്ലാവർക്കും താല്പര്യപൂർവ്വം ശ്രദ്ധാപൂർവ്വം കേട്ടുവെന്നും ഇഷ്ടപ്പെട്ടുവെന്നും കരുതുന്നു. എന്തായാലും തൻ്റെ വിലയേറിയ ചില അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവച്ച പ്രശാന്ത് വാസുദേവ് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ അധ്യായം അവസാനിക്കുകയാണ്. നന്ദി. താങ്ക് യു.